പ്രിയ സഹോദരരെ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവെന്ന ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. പ്രിയ സഹോദരങ്ങളെ, കഴിഞ്ഞ എൻ്റെ എപ്പിസോഡിൽ നമ്മൾ കണ്ടു റാപ്ചറിൻ്റെ മർമ്മം എന്ന് പറഞ്ഞുകൊണ്ടൊരു ക്ലാസ് ഞാൻ ഇട്ടിരുന്നു. ധാരാളം ആളുകൾ കാണുകയും ധാരാളം നല്ല അഭിപ്രായങ്ങൾ പറയുകയും ചിലർ മോശമായ അഭിപ്രായങ്ങൾ പറയുകയൊക്കെ ചെയ്തിരുന്നു. അത് അവരുടെ വ്യക്തി സ്വാതന്ത്ര്യം, അതെല്ലാം അവരുടെ ഇഷ്ടത്തിന് വിടുന്നു. പ്രിയ സഹോദരനെ, എന്നാൽ ഈ വചനം കേട്ട് 1000 പേര് കേട്ടാൽ അതിൽ ഒരു വ്യക്തി റാപ്ചറിന് ഒരുക്കപ്പെട്ടാൽ ഞാൻ സന്തോഷവാനായി. കാരണം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വചനം കേട്ട് ഗ്രഹിച്ച് അത് ആത്മാവിൽ സ്വാംശീകരിച്ച് വിശുദ്ധി കൊണ്ടും പരിശുദ്ധി കൊണ്ടും ഒരുക്കപ്പെട്ട് ദൈവത്തിൻ്റെ വരവിന് വേണ്ടി, യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവിന് വേണ്ടി ഒരുക്കപ്പെട്ട ഒരു വ്യക്തി എങ്കിലും ഉണ്ടെങ്കിൽ, അതിനായിട്ട് ആരെങ്കിലും ഒരാൾ ഒരുക്കപ്പെട്ടെങ്കിൽ കർത്താവിൻ്റെ അഭീഷ്ടമാണ് അത് എന്ന് ഞാൻ വിശ്വസിക്കും. അതുകൊണ്ട് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വിശുദ്ധ ഗ്രന്ഥത്തെ അടിസ്ഥാനപ്പെടുത്തി നമ്മൾ കണ്ട വചനം നമ്മൾ ഒന്നും കൂടെ ഓർമ്മിക്കാം. അത് എസെക്കിയേൽ പ്രവാചകൻ്റെ പുസ്തകം നമ്മൾ കണ്ടതാണ്. എസെക്കിയേലിൻ്റെ പുസ്തകത്തിൽ നമ്മൾ കണ്ട വചനം എങ്ങനെയായിരുന്നു? പ്രിയ സഹോദരങ്ങളെ, നമുക്കറിയാം, നമ്മൾ ആ വചനം കണ്ടിരുന്നു, നമ്മളത് ചിന്തിച്ചിരുന്നു, പഠിച്ചിരുന്നു. വിഗ്രഹാരാധനയ്ക്കെതിരെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കണ്ട ആ വചനം വലിയൊരു വചനമായിരുന്നു. അത് നമ്മൾ കണ്ടു. അതിൻ്റെ കുറേ ഭാഗങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ 14-ാം അധ്യായം എസെക്കിയേൽ 14:4 വിഗ്രഹങ്ങളെ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചുകൊണ്ടും എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കണ്ടു. അതിൻ്റെ തന്നെ 18-ാം തിരുവചനത്തിലേക്ക് വരുമ്പോൾ 18-ാം തിരുവചനത്തിലേക്ക് വന്നപ്പോൾ നമ്മൾ അതിൻ്റെ ബാക്കി കുറച്ചുകൂടെ കണ്ടു. ഒരുവൻ നീതിമാനും നീതിയും ന്യായമനുസരിച്ച് പ്രവർത്തിക്കുന്നവനുമാണെന്നിരിക്കട്ടെ, അവൻ പൂജാരികളെ വെച്ച് ഭക്ഷിക്കുകയോ ഇസ്രായേലിൻ്റെ വിഗ്രഹങ്ങളുടെ നേരെ കണ്ണുകളുയർത്തുകയോ ചെയ്യുന്നില്ല. അവൻ അയൽവാസിയുടെ ഭാര്യയെ മലിനപ്പെടുത്തുകയോ ആർത്തവകാലത്ത് സ്ത്രീയെ സമീപിക്കുകയോ ചെയ്യുന്നില്ല. ആ ഒരു വചനഭാഗം നമ്മൾ കണ്ടിരുന്നു. അതിൻ്റെ അർത്ഥം നമുക്കറിയാം. പൂജാരികളെ വെച്ച് ഭക്ഷിക്കുമോ എന്ന് ഞാൻ പറഞ്ഞു. എന്താണ് അതിൻ്റെ എന്ന് ഞാൻ എൻ്റെ ക്ലാസ്സിൽ കിടപ്പുണ്ട്. എന്നാൽ അതിൻ്റെ ബാക്കിയായിട്ട് പറയുമ്പോൾ, അവൻ അയൽവാസിയുടെ ഭാര്യയെ മലിനപ്പെടുത്തുകയോ ആർത്തവകാലത്ത് സ്ത്രീയെ സമീപിക്കുകയോ ചെയ്യുന്നില്ല. അതന്നെ ബ്ലാക്ക് മാസുകൾ. നമുക്കറിയാം, ഈ ബ്ലാക്ക് മാസിനെ കുറിച്ചൊന്നും വ്യക്തമായിട്ട് എനിക്കറിയില്ലെങ്കിലും ഏകദേശമൊക്കെ അവരുടെയൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ളത് അവർക്ക് ഇത്തരം കാര്യങ്ങളിൽ താല്പര്യമാണ് എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. അപ്പോൾ അതിൽ അശുദ്ധിയുടെ മേഖലയാണെന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ പെടാതെ മാറി നിൽക്കുക. അവൻ ആരെയും പീഡിപ്പിക്കുന്നില്ല, കടക്കാരന് പണയവസ്തു തിരികെ നൽകുന്നു, കൊള്ളയടിക്കുന്നില്ല. അവന് വിശക്കുന്നവന് ആഹാരം നൽകുകയും നഗ്നരെ വസ്ത്രം ധരിപ്പിക്കുകയും ചെയ്യുന്നു. അവൻ പലിശ വാങ്ങിയോ ലാഭമെടുക്കുകയോ ചെയ്യുന്നില്ല, അകൃത്യങ്ങൾ ചെയ്യുന്നില്ല, മനുഷ്യർ തമ്മിലുള്ള തർക്കങ്ങൾ സത്യമനുസരിച്ച് തീർപ്പ് കൽപ്പിക്കുന്നു. അവൻ എൻ്റെ കൽപ്പനകൾ അനുസരിക്കുകയും പ്രമാണങ്ങൾ വിശ്വസ്തയോടെ പാലിക്കുകയും ചെയ്യുന്നു. അവനാണ് നീതിമാൻ, അവൻ തീർച്ചയായും ജീവിക്കും, ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, വ്യാഖ്യാനം വേണ്ടത്, അർത്ഥം പറയേണ്ട വചനങ്ങൾ മാത്രം നോക്കിയാണ് ഞാൻ പ്രത്യേകം പറയുന്നത്. അവനാണ് നീതിമാൻ, അവൻ തീർച്ചയായും ജീവിക്കും, ദൈവമായ കർത്താവ് അരുളി ചെയ്യും. നമ്മൾ എസെക്കിയേൽ പ്രവചനത്തിൽ നമ്മൾ വന്നു കഴിഞ്ഞപ്പോൾ കണ്ട കാര്യങ്ങളാണ് ഇതെല്ലാം. ഈ കർത്താവിൻ്റെ വചനമനുസരിച്ച് ജീവിക്കുന്ന വ്യക്തികളിൽ കാണുന്ന അടയാളങ്ങളാണ്, അത്ഭുതങ്ങളാണ് എന്ന് നമ്മൾ കാണുകയുണ്ടായി. പ്രിയ സഹോദരങ്ങളെ, കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിൻ്റെ ഒരുക്കത്തിൻ്റെ റാപ്ചർ എന്ന വിഷയത്തിലേക്ക് വരുമ്പോൾ, ഇന്ന് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു വെച്ച ചില കാര്യങ്ങൾ കൂടി നിങ്ങളെ ബോധ്യപ്പെടുത്തിയില്ലെങ്കിൽ ഈ ക്ലാസ്സിൻ്റെ ഒരു പൂർണ്ണത ലഭിക്കുകയില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ വിഷയത്തെ അടിസ്ഥാനപ്പെടുത്തി 1-2 കാര്യങ്ങൾ കൂടെ നിങ്ങളെ ധരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ എല്ലാം ഞാൻ ചെയ്യാത്തൊരു കാര്യമാണ്. പലരും ഇപ്പോൾ എൻ്റെ ഇടവകയിലും എൻ്റെ അയൽപക്കത്തുമൊക്കെ ഞാൻ കാണുന്നത്, വീടിൻ്റെ റോഡിനോട് ചേർന്ന് ഒരു ചെറിയ പോസ്റ്റ് ഉണ്ടാവും മഴക്കാലത്ത്. അതിനകത്തൊരു PVC പൈപ്പ് ഇങ്ങനെ നീട്ടി വെച്ചിരിക്കും ഒരു പോസ്റ്റേൽ. അതിനകത്തേക്ക് പത്രങ്ങൾ കൊണ്ടുവന്ന് ആൾക്കാരിങ്ങനെ പത്രത്തിലേക്ക് ഈ പൊത്തിലേക്ക് തള്ളി കയറ്റി വയ്ക്കും. അതിൻ്റെ ആളുകൾ വരും, എടുക്കും. അപ്പോൾ ഒരു പത്രം നമുക്കറിയുന്ന ഏകദേശം 8 രൂപയോ 9 രൂപയോ 10 രൂപ മറ്റോ വിലയുണ്ട്. അപ്പോൾ എന്താണ് പത്രം എന്ന് വിശുദ്ധ ഗ്രന്ഥത്തെ അടിസ്ഥാനപ്പെടുത്തി നമ്മൾ ഈ സത്യം മനസ്സിലാക്കണം. നമ്മൾ പറയും ന്യൂസ് വായിക്കണം. നമുക്കറിയാം, പത്രം വായിച്ച് ശീലിച്ചവർക്ക് അത് അതിരാവിലെ കിട്ടണം. അവർ അതിരാവിലെ പോയി ആ PVC പൈപ്പിൽ എടുത്തു കൊണ്ടുവന്ന് വെച്ചിട്ട് അത് വായിക്കുന്ന കൂട്ടത്തിലാണ് ഭക്ഷണവും അല്ലെങ്കിൽ കാപ്പി കുടിയും എല്ലാം നമുക്കറിയാം. അപ്പോൾ ഇത് വളരെ ആഹാരത്തോടൊപ്പം അവരത് കാണുന്ന ഒരു സംഭവമാണ് ന്യൂസ് പേപ്പർ വായന എന്ന് പറയുന്നത്. സമൂഹത്തിലെ സംഭവങ്ങളെക്കുറിച്ച് അറിയുന്നതിന് വേണ്ടി അവർ വളരെ ജിജ്ഞാസാപൂർവ്വം ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് അല്ലെങ്കിൽ അത് ഉത്കണ്ഠപൂർവ്വം എടുത്തുകൊണ്ട് വായിക്കുന്ന ഭാവമാണ്. അപ്പോൾ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ നോക്കുമ്പോൾ പത്രവായന ആവശ്യമാണോ
അത് അനാവശ്യമാണോ, അതിൻ്റെ പിന്നാമ്പുറങ്ങളിലെ രഹസ്യം എന്ത് എന്ന് നമ്മൾ അറിഞ്ഞുകൊണ്ട് വേണം ഒരു റാപ്ചറിൻ്റെ ഒരുക്കത്തിനായിട്ട് നമ്മൾ ക്രമീകരിക്കപ്പെടുക. അതുകൊണ്ടാണ് ഈ വിഷയത്തെ കൂടെ ചേർത്ത് നമ്മൾ പറയുന്നത്. വിശുദ്ധ ഗ്രന്ഥത്തിൽ സക്രിയയുടെ പുസ്തകം 5-ാം അധ്യായം അതിൻ്റെ 1-ാം തിരുവചനം ഞാൻ ജസ്റ്റ് ഒന്ന് വായിക്കാം. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാവും. വീണ്ടും ഞാൻ നോക്കിയപ്പോൾ ഇതാ പറക്കുന്ന ഒരു പുസ്തക ചുരുൾ. നീ എന്ത് കാണുന്നു? അവൻ ചോദിച്ചു. അവൻ പറഞ്ഞു, പറക്കുന്ന ഒരു ചുരുൾ, അതിന് 20 മുഴം നീളവും 10 മുഴം വീതിയും ഉണ്ട്. അവൻ പറഞ്ഞു, ഇത് ദേശം മുഴുവനുമുള്ള ശാപമാണ്. മോഷ്ടിക്കുന്നവനും കള്ളസത്യം ചെയ്യുന്നവനും ഇതിൽ എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ വിച്ഛേദിക്കപ്പെടും. സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ നിന്നെ കള്ളന്മാരുടെയും എൻ്റെ നാമത്തിൽ കള്ളസത്യം ചെയ്യുന്നവരുടെയും വീട്ടിലേക്ക് അയക്കും. അത് അവൻ്റെ വീട്ടിൽ കടന്ന് അതിൻ്റെ കല്ലും തടിയും ഉൾപ്പെടെ എല്ലാം നശിക്കുന്നതുവരെ അവിടെ വസിക്കും. പ്രിയപ്പെട്ടവരെ, ഇതിൻ്റെ നീളവും വീതിയും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ന്യൂസ് പേപ്പർ അതിങ്ങനെ നമുക്ക് നിവർത്തിയാൽ അതിൻ്റെ നീളവും വീതിയും ഒക്കെ പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ ബൈബിളിൽ കർത്താവ് എഴുതി വെച്ചിരിക്കുന്ന പോലെ തന്നെ സത്യമാണ്. ഇതെല്ലാം ഓരോ വചനവും അതിൻ്റെ വ്യാഖ്യാനം പറഞ്ഞു വരുമ്പോൾ ഒത്തിരി സമയം പോകുന്നതുകൊണ്ട് ഞാൻ ചുരുക്കി പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, അതിങ്ങനെയാണ്. അത് കള്ളം പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവൻ ഇത് അച്ചടിക്കുന്നു. അത് കള്ളത്തരം കാണിക്കുന്നവരുടെ അടുത്തേക്ക് ആ പേപ്പർ എത്തപ്പെടുന്നു. അപ്പോൾ എല്ലാ വിധത്തിലും കള്ളത്തരങ്ങളാണ് അതിനകത്ത് എഴുതപ്പെട്ടിരിക്കുന്നത്. നമ്മൾ വിചാരിക്കുന്നത് ഒരു ആക്സിഡൻറ്റ് കണ്ടാൽ ഒരു പെട്ടെന്ന് പേപ്പറിൽ വാർത്ത വന്നാൽ അത് റിപ്പോർട്ട് എഴുതുന്ന ആളുകൾ അതിൻ്റെ യഥാർത്ഥ സത്യം പറയുന്നതിന് പകരം അതിൽ കുറേയെല്ലാം കള്ളങ്ങളൊക്കെ ചേർത്തുകൊണ്ടാണ് അതിനകത്ത് എഴുതാൻ സാധിക്കുക. ചിലപ്പോൾ അങ്ങനെയൊക്കെ ആയിരിക്കും സ്വാഭാവികമായിട്ട് വരിക. മറ്റനേകം കള്ളത്തരങ്ങൾ, രാഷ്ട്രീയ വാർത്തകളൊക്കെ സത്യസന്ധമായിട്ടല്ല നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, സൈന്യയുടെ കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ അതിനെ കള്ളൻ്റെയും എൻ്റെ നാമത്തിൽ കള്ളസത്യം ചെയ്യുന്നവരുടെയും വീട്ടിലേക്ക് അയക്കും. കള്ളം ചെയ്യുകയും കള്ളം പ്രവർത്തിക്കുകയും ചെയ്യുന്നവരുടെ വീട്ടിലേക്ക് തന്നെ അത് അയക്കും. അത് അവൻ്റെ വീട്ടിൽ പ്രവേശിച്ച് അതിൻ്റെ കല്ലും തടിയും നശിക്കുന്നതുവരെ അത് അവിടെ തുടരും, അല്ലെങ്കിൽ അത് അവിടെ വസിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം 10, 30, 40 വർഷമായിട്ട് ന്യൂസ് പേപ്പർ വരുത്തുന്നത്. ആദ്യമൊക്കെ കാലത്ത് 2.5 രൂപയായിരുന്നു, അത് 5 രൂപയായി, 10 രൂപയായി, 15 രൂപയായി, അങ്ങനെ ആ അവസ്ഥയിലേക്ക് പോവുകയാണ്. ഇപ്പോൾ ഏകദേശം 8 രൂപ, 10 രൂപ മറ്റേ വിലയുണ്ട് അതിന്. പ്രിയപ്പെട്ടവരെ, അത് കല്ലും തടിയും നശിക്കുക എന്ന് പറഞ്ഞാൽ, കല്ലെന്ന് പറയുന്നത് വീട് ഭവനത്തെയാണ് ഉദ്ദേശിക്കുന്നത്. കല്ലിൽ പണിത് ഉയർത്തിന് ശേഷമാണ് അതിൻ്റെ മുകളിൽ മുഖവാരങ്ങൾ എന്തെങ്കിലുമൊക്കെ ആയിട്ട് പഴയ കാലങ്ങളിൽ ഉണ്ടാക്കുന്നത്. പഴയ കാലത്ത് നമുക്കറിയാം കല്ലും തടിയുമാണ്. ഭിത്തി കല്ല് കൊണ്ടുണ്ടാക്കുന്നു, പിന്നീട് തടി ഉണ്ടാക്കിയിട്ട് തടിയുടെ മേൽക്കൂരി ഉണ്ടാക്കി അത് നനയാത്തിരി എന്തെങ്കിലുമൊക്കെ മേഞ്ഞ് ഉണ്ടാക്കുന്നു. അപ്പോൾ അതിൻ്റെ ആത്മീയ അർത്ഥം എന്നത് കല്ല് എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് ഭവനത്തെയാണ്, തടി എന്ന് അർത്ഥമാക്കുന്നത് മനുഷ്യ ശരീരത്തെയാണ്. അപ്പോൾ ഒരു വീട്ടിൽ ഈ പത്രം വായിക്കുന്നതിലൂടെ അവൻ്റെ ഭവനം നശിക്കുന്നത് വരെ, അതിൻ്റെ മറ്റൊരു ആത്മീയ അർത്ഥം പറയുന്നത് എൻ്റെ എല്ല് കല്ല് പോലെ ഇരിക്കുന്ന എൻ്റെ എല്ലും മാംസമായിരിക്കുന്ന എൻ്റെ തടി, എൻ്റെ ശരീരം എന്ന് പറയുന്ന എൻ്റെ തടിയും ഞാൻ പൂർണ്ണമായും നശിക്കുന്നത് വരെ അത് എൻ്റെ വീട്ടിൽ വസിക്കും എന്ന് പറഞ്ഞാൽ, ഞാൻ മരിച്ചാലും എൻ്റെ തലമുറ ന്യൂസ് പേപ്പർ വായന നിർത്തുന്നില്ല. അപ്പോൾ ന്യൂസ് പേപ്പറിൽ വരുന്നത് മുഴുവനും എന്തൊക്കെയാണെന്ന് നമുക്കറിയാം. ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടതില്ല പ്രിയപ്പെട്ടവരെ. അതിൻ്റെ ഒരു സംക്ഷിപ്ത വിവരണം ഞാൻ നിങ്ങളോട് പറയുകയായിരുന്നു. ഇനി അതിൻ്റെ മറ്റൊരു വശം നോക്കാം. അപ്പോൾ ന്യൂസ് പേപ്പർ എന്താണ്, അത് വായിക്കണമോ വായിക്കണ്ടായോ? മുൻ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞിരുന്നു മനുഷ്യൻ അടയാളങ്ങൾ വഴി തെറ്റി എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ നമുക്കറിയാം ഇതിനകത്തൊക്കെ ഓരോ അടയാളങ്ങളുണ്ട്. ആ അടയാളങ്ങൾ നോക്കിയാണ് മനുഷ്യൻ, ഇതിൻ്റെ പിന്നാലെയാണ് മനുഷ്യൻ പോകുന്നത്. അവിടുന്ന് 5:5 വന്നാൽ അതിനകത്ത് കർത്താവ് പറയുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം. എന്നോട് സംസാരിച്ച ദൂതൻ മുന്നോട്ട് വന്ന് ഈ പോകുന്നത് എന്താണെന്ന് നോക്കുക എന്ന് എന്നോട് പറഞ്ഞു. എന്താണത്? ഞാൻ ചോദിച്ചു. അവൻ പറഞ്ഞു, ചലിക്കുന്ന ഏഫ ആണത്. ദേശത്ത് നിറഞ്ഞു നിൽക്കുന്ന അവരുടെ അകൃത്യമാണത്. ഏഫായുടെ ഈയം കൊണ്ടുള്ള മൂടി പൊക്കി അതിനുള്ളിൽ ഒരു സ്ത്രീ ഇരിക്കുന്നു. അവൻ പറഞ്ഞു, ഇവളാണ് ദുഷ്ടത. അവൻ അവളെ ഏഫായുടെ ഉള്ളിലേക്ക് തള്ളി ഈയം കൊണ്ടുള്ള മൂടി അടച്ചു. ഞാൻ വീണ്ടും നോക്കി, 2 സ്ത്രീകൾ പറന്നു വരുന്നു. അവർക്ക് കൊക്കിൻ്റേതുപോലുള്ള ചെറുകൾ ഉണ്ടായിരുന്നു. അവൻ ഏഫായെ ആകാശത്തിലേക്ക് ഉയർത്തി. അവൻ ഏഫായെ എവിടേക്ക് കൊണ്ടുപോകുന്നു? ഞാൻ ദൂതനോട് ചോദിച്ചു. അവൻ പറഞ്ഞു, ഷീനാർ ദേശത്ത് അതിന് ഒരു ആലയം പണിയാൻ പോകുന്നു. അത് പൂർത്തിയാകുമ്പോൾ ഏഫായെ അവിടെ പീഠത്തിൽ പ്രതിഷ്ഠിക്കും. പ്രിയപ്പെട്ടവരെ, ഏഫായ്ക്ക് അതൊരു സ്ത്രീ എന്നാണ് അതിൻ്റെ ഹെഡിങ് തന്നെ. എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് അതിൻ്റെ സംശയത്തോടെ ഞാൻ പറയാം. ഓരോന്നും പറയാൻ നിന്നാൽ സമയം ഒത്തിരി എടുക്കും. പ്രിയപ്പെട്ടവരെ, പണ്ടത്തെ കാലത്ത് നമുക്കറിയാം ഈ മൊബൈൽ ഫോൺ ഇറങ്ങിയ കാലഘട്ടങ്ങളിൽ ഈ ഒരു ചെറിയ മൊബൈൽ ഫോണായിരുന്നു. ചെറിയ മൊബൈൽ ഫോണിൻ്റെ പുറം ഈയം കൊണ്ടായിരുന്നു. അത് ഈ മെറ്റൽ കേസായിരുന്നു, പ്ലാസ്റ്റിക് ആയിരുന്നില്ല. അപ്പോൾ മൊബൈൽ ഫോൺ നമ്മുടെ കയ്യിൽ വരുന്നതിനെ പറ്റിയാണ് ഇത് കർത്താവ് പറയുന്നത്. അതിൻ്റെ കൊക്ക് പോലെയുള്ള നമുക്കറിയാം മേലേക്ക് പറന്നുയരുന്ന
റോക്കറ്റിൻ്റെ അഗ്രഭാഗം ഇങ്ങനെ കൂർത്ത് കൊക്കിൻ്റേതുപോലെ ഇരിക്കുന്നു. രണ്ടെണ്ണം അപ്പുറത്തും ഇപ്പുറത്തും നിൽക്കുന്ന ഉപഗ്രഹം നിൽക്കുന്നു. അതിങ്ങനെ ആകാശത്തിലേക്ക് ഉയർത്തുന്നു. അതങ്ങനെ ആകാശത്തെത്തുന്നു. കർത്താവ് പറയുന്നത് അവൻ ഏഫ എന്ന് പറയുന്നത് നിശ്ചിത നീളവും അളവും വീതിയുള്ളൊരു വസ്തുവിനെയാണ് ഏഫ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം ഉപഗ്രഹങ്ങളൊക്കെ കൃത്യ നീളവും വീതി ഉയരവും അതെല്ലാം കണക്ക് കൂട്ടിയിട്ടാണ് ആകാശത്തേക്ക് വിടുന്നത്. അവന് മൊബൈൽ ഫോണുകൾ അല്ലെങ്കിൽ ടെലിവിഷനുകൾ, കമ്പ്യൂട്ടർ എന്ന് പറയുന്ന നിശ്ചിത തൂക്കം, നീളം, വീതി, ഉയരമുള്ള വസ്തുക്കളാണ് അതെല്ലാം. അവനെ ഏഫായെ എവിടേക്ക് കൊണ്ടുവന്നു? അത് ആകാശത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് ഷീനാർ ദേശം എന്ന് പറയുന്നത് ബഹിരാകാശത്തേക്ക് കൊണ്ടുപോകുന്നു. അവൻ ദൂതനോട് ചോദിച്ചു. അവൻ പറഞ്ഞു, ഷീനാർ ദേശത്തിൻ്റെ ഒരു ആലയം പണിയാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഉപഗ്രഹങ്ങൾ ബഹിരാകാശത്തിൽ തങ്ങി നിൽക്കുന്നു. ഒരു ആലയമായിട്ട് അതിങ്ങനെ നിൽക്കുന്നു. അങ്ങനെ ഭൂമിക്ക് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുന്നു. അതിനെ അവിടെ സ്ഥാപിക്കുന്നു. ആലയം പണിയാൻ പോകുന്നു. അത് പൂർത്തിയാകുമ്പോൾ ഏഫായെ അവിടെ പീഠത്തിൽ സ്ഥാപിക്കും എന്ന് പറഞ്ഞാൽ അത് ആ പണി പൂർത്തിയാക്കി ഏഫ പോലെയുള്ള സാധനം ആ ഉപഗ്രഹം ബഹിരാകാശത്ത് നിൽക്കുമ്പോൾ അതിൽ നിന്നുള്ള സിഗ്നലുകൾ ഭൂമിയിൽ സ്വീകരിച്ച് നമ്മുടെ പീഠത്തിൽ അതിനെ പ്രതിഷ്ഠിച്ചുകൊണ്ട് മുമ്പിൽ ടെലിവിഷൻ വയ്ക്കുന്നു, കമ്പ്യൂട്ടർ വയ്ക്കുന്നു. ഇപ്പോൾ ആ സ്ഥാനത്ത് നമ്മൾ മൊബൈൽ ഫോണുകൾ വയ്ക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇവളാണ് ദുഷ്ടത എന്ന് പറഞ്ഞാൽ ആ ഏഫയുടെ ഈയം കൊണ്ടുള്ള മൂടി തുറന്ന ദൂതൻ നോക്കുമ്പോൾ അതിനകത്തൊരു സ്ത്രീ ഇരിക്കുന്നു. ആ സ്ത്രീ ഇവളാണ് ദുഷ്ടത എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, നമുക്കിന്നറിയാം ഇന്ന് മൊബൈൽ ഫോണുകൾ അല്ലെങ്കിൽ കമ്പ്യൂട്ടറുകൾ, ടെലിവിഷനൊക്കെ എടുത്താൽ ഏറ്റവും കൂടുതൽ നമ്മൾ കാണുന്നത് സ്ത്രീകളെയാണ്. സ്ത്രീകളുടെ വാർത്ത വായിക്കുന്നു. അങ്ങനെ ഓരോ പരിപാടികൾ, സ്ത്രീയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, എന്തിനും എപ്പോഴും എല്ലാത്തിനും നോക്കുമ്പോൾ സ്ത്രീ മാത്രമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിൻ്റെ രണ്ടാമത്തെ അർത്ഥമാണ് അതിനകത്ത് ദുഷ്ടത പ്രവർത്തിക്കുന്ന സ്ത്രീ, അതായത് വേശ്യാവൃത്തി, വ്യഭിചാരം, അതോട് അനുബന്ധിച്ച് വരുന്ന എല്ലാ കാര്യങ്ങളും കാണത്തക്ക രീതിയിലുള്ള സംവിധാനങ്ങൾ ഒരുക്കിക്കൊണ്ട് ഈ സംവിധാനത്തെ മനുഷ്യൻ ഉപയോഗിക്കുമ്പോൾ കർത്താവ് പറയുകയാണ് ഏഫായെ അവിടെ സ്ഥാപിക്കും. ഇത് വിഗ്രഹമാണെന്നും ഇത് ദൈവമായ കർത്താവ് യുഗങ്ങൾക്ക് മുമ്പേ കണ്ടിരുന്നുവെന്നും വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയുമ്പോൾ ഇന്ന് നമ്മുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത് എന്താണെന്ന് കർത്താവ് വ്യക്തമായി പറയുകയാണ്. നമ്മൾ പ്രിയപ്പെട്ടവർ, അതുകൊണ്ടാണ് എസ്കേൽ പ്രവാചകന്റെ പുസ്തകം 14-ാം അധ്യായത്തിൽ കർത്താവ് പറഞ്ഞത് എന്തായിരുന്നു? വിഗ്രഹങ്ങളെ കൺമുമ്പിൽ പ്രതിഷ്ഠിച്ചുകൊണ്ടും എന്ന് പറഞ്ഞത്. ആ ഒറിജിനൽ വിഗ്രഹം നമ്മുടെ കൺമുമ്പിൽ ഇപ്പോൾ എത്തപ്പെട്ട് കഴിഞ്ഞു. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ജ്ഞാനം 14:21 കർത്താവ് എഴുതി വെച്ചൊരു വചനത്തെ ആസ്പദമാക്കി നമ്മളിതിനെ കൂടുതൽ പഠിക്കേണ്ടതായിട്ടുണ്ട്. ജ്ഞാനം 14:21 തിരുവചനത്തിൽ നമുക്കറിയാം പ്രിയപ്പെട്ടവരെ, കർത്താവ് പറയുന്നത് ഇത് മനുഷ്യഗണത്തിന്, ഇത് മനുഷ്യവർഗത്തിന് ഒളിഞ്ഞിരിക്കുന്ന ഒരു കെണിയായി തീർന്നു എന്ന് കർത്താവ് പറയാണ്. ഇന്ന് മനുഷ്യൻ്റെ ചിന്തകളും കാഴ്ചപ്പാടുകളും ആഗ്രഹങ്ങളുമെല്ലാം ഇത്തരം വിഗ്രഹങ്ങളുടെ അടിമത്വത്തിലേക്ക് പോയപ്പോൾ ഇത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ്, യുഗങ്ങൾക്ക് മുമ്പ് കർത്താവ് എഴുതി വെച്ചാൽ ഇത് ഒളിഞ്ഞിരിക്കുന്ന ഒരു കെണിയാണ് എന്ന് കർത്താവ് പറഞ്ഞു വെച്ചിരിക്കുകയാണ്. അത് വ്യക്തമായിട്ട് എഴുതി വെച്ചിരിക്കുകയാണ്. നമുക്കറിയാം ഇത് മനുഷ്യവർഗത്തിന് ഒളിഞ്ഞിരിക്കുന്ന കെണിയായി തീർന്നു ഇത്തരം വിഗ്രഹങ്ങൾ. അത് ആ കെണിക്ക് കീഴെ, ആ കെണിയുടെ കീഴെ മനുഷ്യൻ പെട്ടുപോയി. മനുഷ്യൻ അതിൽ നിന്ന് ഊരി രക്ഷപ്പെടാൻ പറ്റാത്ത വിധം വലിയ ചതിയിലേക്ക് മനുഷ്യവർഗം മൊത്തമായി, അതുകൊണ്ടാണ് മനുഷ്യവർഗം എന്ന് തന്നെ പറഞ്ഞിരിക്കുന്നത്. മനുഷ്യവർഗത്തിന് ഒളിഞ്ഞിരിക്കുന്ന കെണിയായി തീർന്നിരിക്കുന്നത്. മനുഷ്യനെന്നോ മനുഷ്യരാശിയെന്നോ ഒന്നുമല്ല, മനുഷ്യവർഗം മുഴുവനും ഈ കെണിയിലേക്ക് പെട്ടുപോയി ഒളിഞ്ഞിരിക്കുന്ന കെണിയായി തീർന്നു കർത്താവ് പറയുകയാണ് പ്രിയപ്പെട്ടവരെ. അതുപോലെ തന്നെ ജ്ഞാനത്തിൻ്റെ പുസ്തകം തന്നെ 14-ാം അധ്യായം 2-ാം തിരുവചനത്തിൽ കർത്താവ് പറയുന്നത് എന്താണ്? 14:2 വിഗ്രഹ നിർമ്മാണം. 14:12 പ്രിയപ്പെട്ടവരെ, വിഗ്രഹ നിർമ്മാണ ചിന്തയാണ് അവിശ്വസ്തയുടെ ആരംഭം. അവയുടെ കണ്ടുപിടുത്തമാണ് ജീവിതത്തെ ദുഷിപ്പിച്ചത്. അവ ആദിമുതൽ ഉള്ളതോ അവസാനം വരെ നിലനിൽക്കുന്നതോ അല്ല. മനുഷ്യൻ്റെ മിഥ്യാഭിമാനത്തിൻ്റെ ഫലമായി അവ ലോകത്തിൽ പ്രവേശിച്ചു. അവയുടെ പെട്ടെന്നുള്ള തിരോധാനം നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു. പ്രിയപ്പെട്ട വിഗ്രഹത്തിന് എന്താണ് സംഭവിക്കുന്നതെന്ന് കർത്താവ് പറയുന്ന ഭാഗമാണ് നമ്മൾ കേട്ടത്. അവയുടെ കണ്ടുപിടുത്തമാണ് ഈ വിഗ്രഹ നിർമ്മാണ ചിന്തയാണ് മനുഷ്യനെ ഇത്തരം വിഗ്രഹങ്ങൾ നിർമ്മിക്കാൻ പ്രേരിപ്പിച്ചതെന്നും അവയുടെ കണ്ടുപിടുത്തമാണ് മനുഷ്യൻ്റെ ദുഷ്ചിന്തകളെ വളർത്തിയതെന്നും അതിൻ്റെ തിരോധാനം ഉടൻ തന്നെ, അതായത് ഭൂമിയിൽ നിന്ന് കർത്താവ് അതിനെ എന്നേക്കുമായിട്ട് തുടച്ചു മാറ്റുമെന്നും കർത്താവ് പറഞ്ഞു വെച്ചിരിക്കുകയാണ്. അപ്പോൾ വിഗ്രഹം എവിടെ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെട്ടു? എങ്ങനെയാണ് മനുഷ്യ മുമ്പിലേക്ക് വിഗ്രഹം വന്നത്? എന്തൊക്കെ അടയാളങ്ങളാണ് അത് കാണിച്ചിരിക്കുന്നത്? ഭൂവാസികളെ അത് എപ്രകാരമാണ് വഴിതിരിച്ചിരിക്കുന്നത്? മനുഷ്യൻ്റെ അടിമത്തത്തിലേക്ക് എങ്ങനെയാണ് പോയിരിക്കുന്നതെന്ന് എല്ലാം വ്യക്തമായി വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ അടിസ്ഥാനത്തിൽ മനുഷ്യന് എത്തപ്പെട്ടിരിക്കുന്ന അവസ്ഥയുടെ, ഈ ചതിയുടെ, ഈ കെണിയുടെ ഭാഗത്തെ
കർത്താവായ ദൈവം എത്രമാത്രം വ്യക്തമായി പറഞ്ഞിരിക്കുന്നു എന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാം. പ്രിയപ്പെട്ടവരെ, ഇതിൻ്റെ മറ്റൊരു തലം, ഇത് കണ്ടു വായിച്ചു എന്നതിനേക്കാളേറെ ദൈവമായ കർത്താവിൻ്റെ മുമ്പിൽ ഇത് എപ്രകാരമാണ് നമ്മെ വിധിക്കുന്നത്, ദൈവം ഇത് എപ്രകാരമാണ് നമ്മളെ വിധിക്കുന്നത് എന്നുകൂടി മനസ്സിലാക്കുമ്പോഴാണ് ഇതിൻ്റെ ഭയാനകത എത്ര വലിയതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പ്രിയപ്പെട്ടവരെ, 30 വർഷം 40 വർഷമായിട്ട് ന്യൂസ് പേപ്പർ വരുത്തുന്നവർ നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം. തുടക്കത്തിൽ 1 രൂപയോ 1.5 രൂപയോ 2 രൂപയ്ക്കായിരുന്നു ഇതിൻ്റെ വിലയെങ്കിൽ നമുക്കറിയാം ഇന്ന് 10 രൂപയോളം വിലയുണ്ട്, അതിൽ 12 രൂപ മറ്റും വിലയുണ്ട് ഇതിന്. അപ്പോൾ 10 മാസം ഈ സാധനം ഒരു മാസം നമ്മൾ മേടിക്കുമ്പോൾ തന്നെ 12 രൂപ വെച്ച് നമ്മൾ കണക്ക് കൂട്ടണം. എത്ര പൈസയാവും? അത് 10 മാസമാകുമ്പോൾ എത്രയായി? അത് 10 വർഷമാകുമ്പോൾ എത്രയായി? അത് 30 വർഷം എത്രയായി? 40 വർഷം എത്രയായി? അതങ്ങനെ കണക്ക് കൂട്ടുമ്പോൾ 10 ന്യൂസ് പേപ്പറിൻ്റെ ഒരു ഭാഗം എത്രയോ 10,000 രൂപ അത് വരും. അതുപോലെ മൊബൈൽ ഫോണുകൾ ഉപയോഗിക്കുമ്പോൾ, അതുപോലെ ടെലിവിഷൻ ഉപയോഗിക്കണം 360 രൂപ മറ്റും ഇപ്പോൾ അത് റീചാർജ് ചെയ്താലേ അതിൻ്റെ പരിപാടി നമുക്ക് കിട്ടുള്ളൂ. കേബിൾ ടി വി ഉള്ളവർ അതിന് കൂടുതൽ പൈസ അടയ്ക്കണം. പ്രിയപ്പെട്ടവരെ, ഇതിൻ്റെ എല്ലാം പൈസ, പത്രത്തിൻ്റെ പൈസ, ടെലിവിഷൻ്റെ പൈസ, മൊബൈൽ ഫോണിൻ്റെ പൈസ, ഇതെല്ലാം നമ്മളൊരു ബുക്കിൽ എഴുതി കൂട്ടിയാൽ ഒരു കുടുംബത്തിൻ്റെ പണം എത്രമാത്രമാണ് ഇത്തരം വിഗ്രഹങ്ങൾക്ക് വേണ്ടി മാറ്റുന്നത് എന്ന് കർത്താവിൻ്റെ തുക നമ്മളെ കാണിച്ചു തരും. ഒരു മാസം ഇത്ര, ഒരു വർഷം ഇത്ര, 10 വർഷം ഇത്ര എന്ന് പറഞ്ഞ് കണക്ക് കൂട്ടിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. അപ്പോൾ കർത്താവ് കൊരിന്തോസ്യർക്ക് ലേഖനത്തിൽ എഴുതി വെച്ചിട്ട് വചനം ഇതാണ്: നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുമ്പിൽ നിൽക്കേണ്ടവരാണല്ലോ. കർത്താവ് കൊരിന്തോസ്യർക്ക് ലേഖനത്തിൽ എഴുതി വെച്ച വചനം അവിടെ കിടപ്പുണ്ട്. പ്രിയപ്പെട്ടവരെ, നാം എല്ലാവരും ഈ വിഗ്രഹങ്ങൾക്ക് വേണ്ടി, ഈ പൈശാചികതയ്ക്ക് വേണ്ടി, ഈ അശുദ്ധി വായിക്കുന്നതിന് വേണ്ടി, ഈ വിഗ്രഹങ്ങളുടെ പിന്നാലെ എൻ്റെ കണ്ണുകളെ ഓടിച്ചുകൊണ്ട് അതിന് സുഖം അനുഭവിക്കുവാൻ വേണ്ടി ഞാൻ മുടക്കിയ പണത്തിന് സർവശക്തനായ ദൈവം കണക്ക് ചോദിക്കുമെന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും ഭയാനകമായ വസ്തുത. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം ഇതിൻ്റെ എല്ലാം ഒരു ഉദാഹരണം 25,000 രൂപയോ 1 ലക്ഷം രൂപയോ 2 ലക്ഷം രൂപയോ ഒക്കെ വരും ഇതിൻ്റെ പണം. ഒരു 10-20 വർഷത്തെ പണം നമ്മൾ കണക്ക് കൂട്ടിയാൽ ഈ മേഖലയിൽ ലക്ഷക്കണക്കിന് രൂപ നമ്മൾ നമ്മുടെ കർത്താവായ ദൈവത്തിൻ്റെ അക്കൗണ്ടിലല്ല ഇട്ടത്, മറിച്ച് ഈ ലോകത്തിൻ്റെ ജഡമോഹത്തിൻ്റെ വിഗ്രഹങ്ങളുടെ കീഴിൽ ഇട്ടുകൊടുത്ത പൈസയാണ്. നമ്മളതെല്ലാം അടിമത്തത്തിലേക്ക് പോവുകയും നമ്മളത് അവർക്ക് വേണ്ടി ഈ പണം മുടക്കുകയും ചെയ്തപ്പോൾ കർത്താവ് പറയുകയാണ്, എനിക്ക് വേണ്ടി, എൻ്റെ നിത്യജീവൻ പ്രാപിക്കുവാൻ വേണ്ടി, സാധാരണ ദരിദ്രർക്ക് വേണ്ടി, പാവപ്പെട്ടവർക്ക് വേണ്ടി നീ എന്താണ് ചെയ്തെന്ന് ചോദിക്കുമ്പോൾ അവിടെയാണ് കർത്താവ്, പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒരു കാര്യം കൂടി കുറച്ചുകൂടി മുന്നോട്ട് പോയി മനസ്സിലാക്കുമ്പോൾ കർത്താവ് പറയാണ്, യെസയ്യാ പ്രവാചകന്റെ പുസ്തകം 20-ാം അധ്യായം 7-ാം തിരുവചനം. അവിടുന്ന് കർത്താവ് ഇങ്ങനെ പറയുകയാണ്. യെസയ്യാ പ്രവാചകന്റെ പുസ്തകം 20-ാം അധ്യായം 7-ാം തിരുവചനം കർത്താവ് ഇങ്ങനെ എഴുതി വച്ചിരിക്കുന്നു: ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങളുടെ കണ്ണുകളെ പ്രലോഭിപ്പിക്കുന്ന മ്ലേച്ഛ വസ്തുക്കൾ നിങ്ങൾ ഓരോരുത്തരും ദൂരെ എറിഞ്ഞു കളയണം. ഇത്തരം സാഹചര്യത്തിൽ കർത്താവ് പറയാണ്, ദൂരെ എറിഞ്ഞു കളയണം. നിങ്ങളുടെ കണ്ണുകളെ പ്രലോഭനത്തിലേക്ക് വലിച്ചിഴയ്ക്കുന്ന ഇത്തരം വസ്തുക്കളെ ദൂരെ എറിഞ്ഞു കളയണമെന്ന് പറയുകയാണ്. പത്രം വായിക്കാതിരിക്കാൻ പറ്റുമോ രാവിലെ എല്ലാവർക്കും? എത്രയോ പേര് ശീലമാക്കി മാറ്റിയിരിക്കുന്നു. എത്രയോ പേര് ടെലിവിഷൻ ഇല്ലാതെ ജീവിക്കാൻ പറ്റാത്തവർ, അതിൻ്റെ സിനിമകളും സീരിയലും കാണാൻ പറ്റാതെ അത് സമയത്ത് അതിൻ്റെ മുന്നിലേക്ക് വലിച്ചടിപ്പിക്കുന്ന മനുഷ്യൻ്റെ അവസ്ഥ. മനുഷ്യൻ്റെ ആത്മാവ് വിശുദ്ധിയുടെ തലങ്ങളിൽ നിന്നും പൈശാചികതയിലേക്ക് തെന്നിമാറുന്ന അവസ്ഥ. ആ സമയമാകുമ്പോൾ നമ്മൾ ടെലിവിഷൻ മുമ്പിലേക്ക് വരും. അല്പസമയം കിട്ടിയാൽ മൊബൈലെടുത്ത് നമ്മൾ അത് ഓടിച്ചോടിച്ച് നോക്കും, അല്ലെങ്കിൽ അതിൻ്റെ പരിപാടികളെല്ലാം നമ്മൾ ആസ്വദിക്കും. കർത്താവ് പറയുകയാണ്, നിങ്ങളുടെ കണ്ണുകളെ പ്രലോഭിപ്പിക്കുന്ന മ്ലേച്ഛ വസ്തുക്കൾ നിങ്ങൾ ഓരോരുത്തരും ദൂരെ എറിഞ്ഞു കളയണം. യെസയ്യാ പ്രവാചകന്റെ പുസ്തകം 20-ാം അധ്യായം 7-ാം തിരുവചനത്തിൽ കർത്താവ് പറയാണ്, ഇത്തരം സംഭവങ്ങൾ നമ്മളത് എടുത്ത് ദൂരെ എറിഞ്ഞു കളയണം. കണ്ണിൻ്റെ പ്രലോഭനം അത്ര ഭയങ്കരമാണെന്ന് കർത്താവ് നമ്മോട് പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഇത്തരം വസ്തുക്കൾ എന്താണ് ചെയ്യേണ്ടത്? കർത്താവ് ഓർപ്പിക്കുകയാണ്. നമുക്കൊരു റാപ്ചർ എന്ന ഒരു വലിയ യാഥാർത്ഥ്യത്തെ മുന്നേ കണ്ടുകൊണ്ട് പോകുമ്പോൾ ഇങ്ങനെ മനുഷ്യൻ്റെ കണ്ണുകളെ, കാതുകളെ, ഇന്ദ്രിയങ്ങളെ ഓരോന്നോരോന്ന് വിശുദ്ധീകരിച്ച് ആ ഇന്ദ്രിയങ്ങളിൽ നിക്ഷിപ്തമായിരിക്കുന്ന വിഗ്രഹങ്ങളുടെ ദുരാത്മാക്കളെ നമ്മൾ എങ്ങനെ എടുത്ത് ദൂരേക്ക് എറിയണമെന്നുള്ളത് കർത്താവ് വളരെ വ്യക്തമായി പറയണം. എന്താണ് ചെയ്യേണ്ടത് കർത്താവ് പറയുന്നത്? യെസയ്യാ 20:7 കർത്താവ് പറയാണ്, ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങളുടെ കണ്ണുകളെ പ്രലോഭിപ്പിക്കുന്ന മ്ലേച്ഛ വസ്തു ഓരോരുത്തരും ദൂരെ കളയണം. കർത്താവ് എടുത്ത് ദൂരെ എറിയണം, എറിഞ്ഞ് കളയാൻ വേണ്ടി തന്നെയാണ് കർത്താവ് പറയുന്നത്. യെസയ്യാ പ്രവാചകന്റെ പുസ്തകം 18-ാം അധ്യായത്തിൻ്റെ 5-ാം തിരുവചനത്തിൽ കർത്താവ്
വളരെ വ്യക്തമായിട്ട് ഇത് 5-ാം തിരുവചനം ഇങ്ങനെ പറയാണ്, ഒരുവൻ അത് ഞാൻ പറഞ്ഞു, ഒരുവൻ നീതിമാനും നീതിയുമനുസരിച്ച് ന്യായമനുസരിച്ച് പ്രവർത്തിക്കുന്നതുമാണെന്നിരിക്കട്ടെ. ഒരുവൻ നീതി പ്രവർത്തിക്കാനും ന്യായമനുസരിച്ച് പ്രവർത്തിക്കാനും ചെയ്യുന്നവനാണെന്നിരിക്കട്ടെ. അങ്ങനെ ഇരിക്കുകയാണെങ്കിൽ പോലും അല്പാൽപ്പം നീതിയും അല്പാൽപ്പം ന്യായപ്രമാണങ്ങൾ പാലിക്കുന്നതിനുമായിട്ടിരുന്നാൽ പോലും കർത്താവ് പറയുകയാണ്, പൂർണ്ണമായും നിൻ്റെ കണ്ണുകളുടെ മുമ്പിൽ ഇരിക്കുന്ന നിങ്ങളുടെ പ്രലോഭന വസ്തുക്കളെ എടുത്തു ദൂരെയാണ്. അല്പാൽപ്പം നീതിയും അല്പാൽപ്പം ജ്ഞാനവുമായിട്ട് പ്രവർത്തിക്കുന്നതിനായാൽ പോരാ എന്ന് കർത്താവ് പറയുന്ന ഭാഗമാണ്. അത് ഹോസിയ പ്രവാചകന്റെ പുസ്തകത്തിലേക്ക് നമുക്ക് വരുമ്പോൾ അതതിൻ്റെ വിവിധ തലത്തിൽ കർത്താവ് എഴുതി വെച്ചിരിക്കുന്ന വചനങ്ങളെ നമ്മൾ വ്യക്തമായിട്ട് കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ. ഇത് വളരെ വ്യക്തമായി മനസ്സിലാക്കാതെ പോകുമ്പോഴാണ് നമുക്ക് പലതും തിരുത്താൻ പറ്റാതെ വരുന്നത്. നമുക്ക് പലതും അതിൻ്റേതായ രീതിയിൽ എടുത്ത് ഉപേക്ഷിക്കാൻ പറ്റാതെ വരുന്നതിൻ്റെ കാരണം നമ്മൾ ജ്ഞാനം, കർത്താവ് പറയുകയാണ്, എൻ്റെ വചനം കേൾക്കുകയും എൻ്റെ വചനം പാലിക്കുകയും ചെയ്യുന്നവൻ ജീവിക്കുമെന്ന് കർത്താവ് എസ്ഐ പ്രവാചകന്റെ പുസ്തകം, ഏശയ്യാ പ്രവാചകന്റെ പുസ്തകം ഒക്കെ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ വചനം കാക്കുന്നവൻ, എൻ്റെ വാക്ക് കേൾക്കുന്നവൻ, നിങ്ങൾ എൻ്റെ അടുക്കൽ വന്ന് എൻ്റെ വചനം ശ്രമിക്കുവിൻ, നിങ്ങൾ ജീവിക്കുമെന്ന് എസ്ഐ പ്രവാചകന്റെ പുസ്തകത്തിൽ കർത്താവുണ്ട്. ഏശയ്യാ പ്രവാചകൻ പറയുന്നുണ്ട്, ഈശോ പറഞ്ഞ വചനം നമുക്കറിയാം, നിത്യജീവൻ്റെ വചനങ്ങൾ നിൻ്റെ പക്കലാണല്ലോ ഉള്ളത് എന്ന് ശിഷ്യന്മാർ പറഞ്ഞുകൊണ്ട് കർത്താവിനെ വിട്ടുപോകാതെ നിന്ന അവസ്ഥയും നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇതിൻ്റെ ഒരു തലം കൂടെ നമ്മൾ മുന്നോട്ട് കയറി ചിന്തിക്കണം. ഓരോ വിഗ്രഹങ്ങളെയാണ് നമ്മൾ കണ്ടെത്തി വരുന്നത്. അവസാനം ഈ വിഗ്രഹങ്ങൾക്കെല്ലാം എന്താണ് സംഭവിക്കുന്നതെന്നും ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിനെ എന്തൊക്കെ ചെയ്യണമെന്നുള്ള രീതിയിലേക്കാണ് അടുത്ത ക്ലാസ് വരുന്നത് പ്രിയപ്പെട്ടവരെ. റാപ്ചറിൻ്റെ ഒരുക്കത്തിൻ്റെ ഓരോ പോയിന്റിൽ കൂടെ നമ്മൾ കടന്നു പോവുകയാണ്. നമ്മുടെ ആത്മാവിനെ വിശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ട് അടുത്ത പോയിന്റിലേക്ക് വരാം. അത് ഹോസിയ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായം 11-ാം തിരുവചനം. അതിനു മുമ്പ് ഹോസിയ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 2-ാം തിരുവചനത്തിൽ തുടങ്ങി നമുക്ക് മുന്നോട്ട് പോകാം. അവിടുത്തെ കഥാപാത്രമാണ് അവിശ്വസ്തയായ ഭാര്യ എന്നാണ് ഹോസിയ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ ഹെഡിങ് തുടങ്ങും. അതിൻ്റെ 2-ാം തിരുവചനം ഇങ്ങനെ പറയുകയാണ്, വേശ്യാവൃത്തി വലിച്ചെറിയാനും മാറിൽ നിന്ന് പരസംഗം തുടച്ചു മാറ്റാനും അവളോട് വാദിക്കുക. പ്രിയപ്പെട്ട വലിയൊരു ഇന്നത്തെ നമ്മുടെ കൺമുമ്പിൽ കാണുന്ന ഒരു പരമസത്യമാണ്. എന്താണ് അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായോ? നമുക്ക് വ്യഭിചാര ആസക്തി, വേശ്യാവൃത്തി ചെയ്യുവാൻ നമുക്ക് തോന്നുന്ന പ്രവൃത്തി, നമുക്കറിയാം ബോംബെ പോലത്തെ വേശ്യ തെരുവുകളിൽ അവരുടെ ശരീരം പ്രദർശിപ്പിച്ചുകൊണ്ടാണ് അവരുടെ പ്രദർശന വസ്തുവാക്കി മാറ്റുന്നത്. അതിന് അവരെന്താ ചെയ്യുന്നത് വെച്ചാൽ അവരുടെ മാർഗം പ്രദർശിപ്പിക്കും, പരമാവധി പല രീതിയിൽ അവരുടെ മാർഗം പ്രദർശിപ്പിക്കും. അപ്പോൾ കർത്താവ് പറയാണ്, നിന്റെ വേശ്യാവൃത്തി വലിച്ചെറിയാനും മാറിൽ നിന്ന് പരസംഗം എടുത്തു മാറ്റാനും അവളോട് വാദിക്കുക. അന്നത്തെ കാലത്ത് ഇസ്രായേലിനോടാണ് പറഞ്ഞതെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഇന്ന് നമുക്ക് കത്തോലിക്ക സഭയിലെ നമ്മോട് പറയുമ്പോൾ സഭയെ നോക്കി കർത്താവ് പറയാണ്, ഇതെവിടെയാണ് ഇന്നത്തെ സ്ത്രീകൾ മാറിടം മറയ്ക്കാതെ ദേവാലയത്തിൽ വരുന്ന സംഭവം നമ്മൾ കാണുന്നു. ചെറിയൊരു കഷ്ണം, ഇത്രയും നീളമുള്ള ചെറിയൊരു കുഞ്ഞു കഷ്ണം തലയിൽ ഇങ്ങനെ വെച്ചില്ല പോലും ഇവിടെ ഒന്നും മറയ്ക്കാൻ പറ്റാത്ത വിധം അതിൻ്റെ പ്രദർശന വസ്തുവായി മാറിടം മറയ്ക്കാതെ ദേവാലയത്തിൽ വരുന്നു, വൈദ്യരുടെ മുമ്പിൽ വരുന്നു, സമൂഹത്തിന് മുമ്പിൽ വരുമ്പോൾ കർത്താവ് പറയാണ്, എന്താണ് കർത്താവ് പറയുന്നത്? വേശ്യാവൃത്തി വലിച്ചെറിയാനും മാറിൽ നിന്ന് പരസംഗം തുടച്ചു മാറ്റാനും അവളോട് വാദിക്കുക. നിന്റെ മാറിട പ്രദർശനം, മാറിടം മറയ്ക്കാതെ വരുന്ന പ്രവൃത്തി തെറ്റാണ്, അത് ശരിയല്ല എന്ന് അവളോട് വാദപ്രതിവാദത്തിൽ ഏർപ്പെടാനാണ് പറയുന്നത്. അപ്പോൾ സഭയോട് നമ്മൾ പറയേണ്ടി വരും, നമ്മുടെ കൂട്ടുകാരോട് പറയേണ്ടി വരും, നമ്മുടെ ഇടവയോട് പറയേണ്ടി വരും, നമ്മുടെ സ്വന്തം മക്കളോട് ചിലപ്പോൾ പറയേണ്ടി വരും, ഇന്ന രീതിയിൽ നിങ്ങൾ വസ്ത്രം ധരിക്കണം, ഇതാണ് എൻ്റെ ശരി, ഈ രീതിയിലാണ് ചിന്തിക്കുന്നത് പറയാൻ കർത്താവ് നമ്മളോട് ആവശ്യപ്പെടുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞവരെ, നമ്മുടെ ശരീരം, നമുക്കറിയാം മുസ്ലിം സമുദായത്തെ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാം. അവരുടെ വസ്ത്രധാരണം, സ്ത്രീകളുടെ വസ്ത്രധാരണം എത്ര മനോഹരമാണ്. അവരാണ് ശരിക്കും പറഞ്ഞാൽ ശരീരം ശരിയായ രീതിയിൽ വസ്ത്രം ധരിച്ചുകൊണ്ട് സമൂഹത്തിന് പുറത്തിറങ്ങുന്നത്. അവരുടെ കർത്താവ് ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കുകയില്ല. അത് പറയുന്നത് ഇപ്പോൾ നേരത്തെ ഇസ്രായേലിനത്തോടാണ് പറയുന്നതെങ്കിൽ ഇപ്പോൾ അത് കർത്താവ് നമ്മൾ പറയേണ്ട സഭയോട് പറയാണ്. കർത്താവ് വ്യക്തമായി അത് എഴുതി വെച്ചിരിക്കുന്നത്, അത്ര വ്യക്തമായിട്ടാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഈ കാലഘട്ടം അതിന് സാക്ഷ്യമാണ് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ ദേവാലയങ്ങളിൽ വരുന്ന നമ്മുടെ മക്കൾ, നമുക്കറിയാം വിദേശത്ത് പോയിട്ട് വരുന്നവരൊക്കെ ഈ മാറിട പ്രദർശനം ഏറ്റവും കൂടുതൽ നടത്തുന്ന ഒരു സംഭവമാണ് നമുക്കറിയാം. അത് കർത്താവ് അതിൻ്റെ പൂർണ്ണ രൂപത്തിൽ കർത്താവ് വളരെ വ്യക്തമായിട്ട് പറയുമ്പോൾ എഴുതി വെച്ചിരിക്കുന്ന വചനത്തെ കൂടെ ഹോസിയ 4:11 നമ്മൾ പോകേണ്ടതായിട്ടുണ്ട്. 4:11 കർത്താവ് അവിടെ എഴുതി വെച്ചിരിക്കുന്ന വചനത്തെ കുറച്ചുകൂടെ ആഴത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. വ്യഭിചാരത്തിൻ്റെ ദുർഭൂതം അവരെ വഴിതെറ്റിച്ചു. കർത്താവ് പറയാണ്, വീഞ്ഞും പുതുവീഞ്ഞും സുബോധം കെടുത്തും തടികഷത്തോടെ എൻ്റെ ജനം ഓരോ സംഗതി ആരായുന്നു, അവരുടെ ദണ്ട് അവർക്ക് പ്രവചനമരുളുന്നു. വ്യഭിചാരത്തിന് ദുർഭൂതം അവരെ വഴിതിരിച്ചു. പരസംഗത്തിനു വേണ്ടി
തങ്ങളുടെ ദൈവത്തെ അവർ പരിത്യജിച്ചു, ഗിരിശൃംഗങ്ങളിൽ അവർ ബലിയർപ്പിച്ചു. പ്രിയപ്പെട്ടവർ, ഇന്ന് കാണുന്ന നമുക്കറിയാം ഇന്നത്തെ ചില റിസോർട്ടുകളൊക്കെ എല്ലാം ആർഭാടവും സന്തോഷവും അനുഭവിക്കാൻ വേണ്ടി മനുഷ്യൻ ഉപയോഗിക്കുന്നു. അവിടെ മദ്യപാനം നടക്കുന്നു, അവിടെ എന്തെല്ലൊക്കെയോ നടക്കുന്നു. പ്രിയപ്പെട്ടവരെ, അവിടെ എല്ലാം നമുക്കറിയാം കർത്താവ് നിങ്ങളുടെ ഗിരിശൃംഗങ്ങളിൽ നിങ്ങൾ ദുർഭൂതത്തെ വിളിച്ചു വരുത്തി. അവിടെ വ്യഭിചാരത്തിന് ദുർഭൂതന്മാരെ വഴിതെറ്റിച്ചു എന്നാണ് കർത്താവ്. വ്യഭിചാരത്തിന് ദുർഭൂതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ ക്ലാസ്സിൽ നമ്മൾ കണ്ടു, വെളിപാടിൻ്റെ പുസ്തകത്തിൽ വ്യഭിചാരത്തിൻ്റെ ദുർഭൂതം വസിക്കുന്ന പക്ഷി രൂപത്തിലാണെന്ന് നമ്മൾ കണ്ടു. പ്രിയപ്പെട്ടവരെ, കർത്താവിടെ പറയുന്ന വ്യഭിചാരം ദുർഭൂതം നിങ്ങളിൽ വസിക്കുന്നു എന്ന് കർത്താവ് വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുകയാണ്. ഏതെങ്കിലും അവർ ഗിരിശൃംഗങ്ങളിൽ അവർ ബലിയർപ്പിക്കുന്നു, തങ്ങളുടെ ദൈവത്തെ അവർ പരിത്യജിച്ചു. ഇത്തരം പ്രവൃത്തികൾ ചെയ്യുന്നവർ, ഇത്തരം വിശുദ്ധമായ വസ്ത്രം ധരിക്കാത്തവർ, ഇത്തരം വിഗ്രഹങ്ങളുടെ കീഴിൽ അടിമപ്പെട്ടുപോർ, അവർ ദൈവമെന്ന പരമസത്യത്തെ അവർ പരിത്യജിച്ചു എന്ന് പറഞ്ഞാൽ പരിപൂർണമായിട്ടും ഉപേക്ഷിച്ചു കളഞ്ഞു. ദൈവമെന്ന സത്യത്തിന് അവർക്കൊരു വിലയില്ല. ദൈവമെന്ന യാഥാർത്ഥ്യത്തെ അവർ അംഗീകരിക്കുന്നില്ല. ദൈവമെന്ന യാഥാർത്ഥ്യത്തിൻ്റെ മഹത്വത്തെ തിരിച്ചറിയാൻ അവർ മെനക്കെടുന്നില്ല. കർത്താവിനെ അവർ ഉപേക്ഷിച്ചു എന്നാണ് പറയുന്നത്. അത് ഹോസിയ പറയുന്ന പുസ്തകം 5-ാം അധ്യായത്തിലേക്ക് ചെല്ലുമ്പോൾ നമുക്കറിയാം, അവിടെ കർത്താവ് കുറച്ചുകൂടെ വ്യക്തമായിട്ട് അതിനെ തന്നെ എടുത്തു വന്നിട്ടുണ്ട്. ഇസ്രായേൽ എന്നിൽ നിന്ന് മറഞ്ഞല്ല ഇരിക്കുന്നത്. എഫ്രായിം, നീ പരസംഗം ചെയ്തു. ഇസ്രായേൽ മലിനമാണ്. തങ്ങളുടെ ദൈവത്തിൻ്റെ അടുത്തേക്ക് തിരികെ പോകാൻ അവരുടെ പ്രവൃത്തികൾ അവരെ അനുവദിക്കുന്നില്ല. കാരണം വ്യഭിചാര ദുർഭൂതം അവരിൽ കുടികൊള്ളുന്നു. അവിടെയും കർത്താവ് പറയാണ്, ഇസ്രായേൽ എന്ന് പറഞ്ഞെടുത്ത് നമ്മൾ സഭയെ, അല്ലെങ്കിൽ എന്നെ, എൻ്റെ മക്കളെ, എൻ്റെ കുടുംബത്തെ, എൻ്റെ ഇടവകയെ നോക്കി നമ്മൾ പറയണം. പ്രിയപ്പെട്ടവരെ, അത് കർത്താവ് പൊതുവായിട്ട് നമ്മൾ പറയുമ്പോൾ പ്രിയപ്പെട്ട സഭയെ എന്ന് നോക്കി തന്നെ പറയണം. പ്രിയപ്പെട്ട സഭയോട് കർത്താവ് പറയാണ്, തങ്ങളുടെ ദൈവത്തിൻ്റെ അടുക്കലേക്ക് തിരികെ പോകാൻ അവരുടെ പ്രവൃത്തികൾ അവരെ അനുവദിക്കുന്നില്ല. കാരണം വ്യഭിചാരത്തിന് ദുർഭൂതം അവരിൽ കുടികൊള്ളുന്നു. നമ്മൾ വെളിപാടിൻ്റെ പുസ്തകം 18-ാം അധ്യായം 3-ാം തിരുവചനത്തിൽ കണ്ടു, അശുദ്ധവും മ്ലേച്ഛമായ സകല പക്ഷികളുടെയും താവളമായി എന്ന് കർത്താവ് അവിടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാവുന്ന കാര്യം ഇതാ വീണ്ടും കർത്താവ് എടുത്ത് വന്നിരിക്കുകയാണ്. എന്തെന്നാണ്? ഈ പക്ഷി ദുർഭൂതമായി ദുരാത്മാക്കളായിട്ട് ഈ വ്യക്തികൾ വസിക്കുന്നു. ഈ മാറിടം മറയ്ക്കാതെ പോകുന്നത് വലിയ തെറ്റാണെന്ന് കർത്താവ് വന്നിരിക്കുകയാണ്. മാറിടം മറയ്ക്കാതെ പോകുന്ന സ്ത്രീകൾ വ്യഭിചാരത്തിൻ്റെ ആസക്തി മറ്റുള്ളവർക്ക് കൊടുക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. കാരണം കർത്താവിന് മാറിടം മറച്ചുകൊണ്ട് നടക്കാൻ, അവിടെ വാദിക്കാനാണ് കർത്താവ് വന്നിരിക്കുന്നത്. അപ്പോൾ സഭയിലെ നമ്മുടെ വൈദികരും വചനപ്രഘോഷകരുമെല്ലാം ഈ കത്തോലിക്ക സഭയിലെ സ്ത്രീകളോട് ഈ വചനം പറഞ്ഞു കൊടുത്ത് വളരെ വിശുദ്ധിയോടെ വസ്ത്രം ധരിക്കണമെന്നും തൻ്റെ മാറിടം ശക്തമായി വളരെ മനോഹരമായ തുണികൾ കൊണ്ട് മാറിടം മറയ്ക്കണമെന്നും നമ്മൾ പഠിപ്പിക്കേണ്ട കാലം കടന്നുപോയി. പ്രിയപ്പെട്ടവരെ, ഇതെല്ലാം പെട്ടെന്ന് ഇനി പിടിച്ചാൽ അവരെ കിട്ടില്ല. കാരണം ഇത്തരം സന്ദേശങ്ങൾ അവർ കൊടുക്കുമ്പോൾ അവർ ഒരു പക്ഷേ റിയാക്ട് ചെയ്യുന്നത് വളരെ മോശമായിട്ടായിരിക്കും. പക്ഷേ തുടക്കം മുതൽ പഠിപ്പിച്ചിരുന്നെങ്കിൽ ഇത് നമുക്ക് ഇന്നത്തെ സമൂഹത്തിലെ നമ്മുടെ ക്രിസ്ത്യൻ പെൺകുട്ടികളെ നമുക്കറിയാം, അവരെല്ലാം വഴിപഴിച്ചു പോകുന്നു, മതത്തിലെ ആൾക്കാരെ വിവാഹം ചെയ്യുന്നു. ഇതെല്ലാം എന്തുകൊണ്ടാണ്? അവരുടെ ശരീരഭാഗം കാണുന്നവർ അത് ആഗ്രഹിച്ചുകൊണ്ട് ആ വ്യക്തികളുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് അവരെ വശീകരിക്കുവാൻ ശ്രമിക്കുമ്പോൾ അവർ സഭയിൽ നിന്ന് വിട്ട് അന്യമതസ്ഥരുടെ കൂടെ വിവാഹം ചെയ്തു പോകുന്നതൊക്കെ നമ്മൾ കാണാറുണ്ട്. ഇതിൻ്റെ എല്ലാം അടിസ്ഥാന കാരണം പ്രിയപ്പെട്ടവർ ഓരോന്നായിട്ട് ഞാൻ നിങ്ങളെ ഓർപ്പിപ്പിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, റാപ്ചറിനുള്ള ഒരുക്കം നമ്മളിൽ നടക്കുമ്പോൾ ഏതെല്ലാം അശുദ്ധി, ഏതെല്ലാം ദുർഭൂതങ്ങൾ, ഏതെല്ലാം അശുദ്ധാത്മാക്കൾ നമ്മളിൽ ഉണ്ട് എന്ന് നമ്മൾ വ്യക്തമായി ബോധ്യപ്പെടാതെ നമ്മൾ റാപ്ചറിന് ഒരുങ്ങിയിട്ട് കാര്യമില്ല. പ്രിയപ്പെട്ടവരെ, വേശ്യാവൃത്തി വലിച്ചെറിയാനും മാലിന്യ പ്രസംഗം തുടച്ചു മാറ്റാനും അവളോട് വാദിക്കുക. ഹോസിയ 5:4 ഇസ്രായേലിൽ നിന്ന് മറഞ്ഞല്ലേ ഇരിക്കുന്നത്, എന്നാൽ വ്യഭിചാരം ദുർഭൂതം അവളിൽ കുടികൊള്ളുന്നു. വീണ്ടും അവിടുന്ന് കുറച്ചുകൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കുന്ന ഒരു സത്യം കൂടെ പറയാം. ഇന്ന് ലോകത്തെ മൊത്തമായിട്ട് നമ്മൾ എടുക്കുമ്പോൾ, സഭയെ മാത്രമല്ല അത് ലോകത്തെ മൊത്തമായിട്ട് എടുക്കുകയും ചെയ്താൽ, അത് ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം 49-ാം അധ്യായം അതിൻ്റെ 32-ാം തിരുവചനത്തിൽ കർത്താവ് എഴുതി, ചെന്നി മുണ്ടനം ചെയ്യുന്നവരെ ഞാൻ കാറ്റിൽ പറത്തും. ഇന്നത്തെ ഒരു പുതിയ സംവിധാനം നമുക്കറിയാം. ഇവിടെ നിന്ന് ഇങ്ങനെ കുറേ ഇങ്ങനെ മുടി മുറിച്ചിട്ട് കുറച്ചിങ്ങനെ ഈ ഭാഗത്ത് ഇവിടെ മുടികളെല്ലാം ഇങ്ങനെ പൊന്തി നിൽക്കും, ഈ സൈഡെല്ലാം ഒത്തിരി താത്തിയെടുക്കും, ഈ ഭാഗമെല്ലാം ഇങ്ങനെ പ്രത്യേക രീതിയിൽ മുടി മുറിച്ച് വെക്കും. അത് കർത്താവ് പറയുന്നത്, ചെന്നി മുണ്ടനം ചെയ്യുന്നവരെ ഞാൻ കാറ്റിൽ പറത്തുന്ന കർത്താവ് എന്നിരിക്കും എന്ന് പറഞ്ഞാൽ സർവ്വ പരാജയം അവർക്ക് കൊടുക്കും. ദൈവപ്രമാണങ്ങൾ ലംഘിച്ചുകൊണ്ട് കത്തോലിക്ക സഭയിലെ ഒരു യുവാവോ ഒരു യുവതിയോ ഒരു വ്യക്തി ആരെങ്കിലും ആയിക്കോട്ടെ, സാധാരണ രീതിയിലുള്ള ജീവിതത്തിൽ വ്യത്യസ്തമായ രീതിയിലുള്ള മുടിവെട്ടുകളോ ഷേവിങ് സംവിധാനങ്ങളോ ചെയ്താൽ കർത്താവ് പറയണത്, ഞാൻ കാറ്റിൽ പറത്തും, ഞാൻ നശിപ്പിച്ചു കളയെന്ന് പറഞ്ഞാൽ അവൻ കാറ്റിൽ പറന്ന് പോകാന്ന് പറഞ്ഞാൽ പിന്നെ അവൻ എവിടെയാണ് പോയി വീഴുന്നതെന്ന് ആർക്കും പറയാൻ പറ്റാത്ത വിധം തകർന്ന് തരിപ്പണമായി പോകുമെന്ന് കർത്താവ് പറയാണ്. പ്രിയ സഹോദരങ്ങളെ, അവിടുന്ന് ലേശോട് മുന്നോട്ട് വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം,
നമ്മുടെ പല രീതിയിൽ ഹൈന്ദവ സഹോദരങ്ങളോ അല്ലെങ്കിൽ മുസ്ലിം സഹോദരങ്ങളോ ഒക്കെ വിവിധ രീതിയിൽ ചെന്നി മുണ്ടനം ചെയ്യുകയോ മുടിമുറിക്കുകയോ ഒക്കെ ചെയ്യുമ്പോഴും നമ്മളത് നോക്കാൻ പാടില്ല. കത്തോലിക്ക ക്രിസ്ത്യാനികൾ സഭയിലെ അംഗമായ ഒരു വ്യക്തിയും മോശമായ രീതിയിലുള്ള ഒരു വിധത്തിലുള്ള മുടിവെട്ടുകളും പാടില്ല എന്ന് കർത്താവ് ഓർമ്മിപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. അതിൻ്റെ തന്നെ കുറച്ചുകൂടി മുന്നോട്ട് ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം 51 അധ്യായം 7 തിരുവചനം അതുകൂടി നമ്മൾ വായിച്ച് മനസ്സിലാക്കേണ്ടത്. ഭൂമി മുഴുവൻ ഉന്മത്തമാക്കിയ സ്വർണ്ണ ചഷകമായിരുന്നു കർത്താവിൻ്റെ കൈകളിൽ ബാബിലോൺ. അതിൽ നിന്ന് വീഞ്ഞു കുടിച്ച് ലോകത്തിന് ഭ്രാന്ത് പിടിച്ചു എന്നാണ് കർത്താവ്. ജെറമ്യാ 51:7. ഭൂമി മുഴുവൻ ഉന്മത്തമാക്കിയ സ്വർണ്ണ ചഷകമായിരുന്നു കർത്താവിൻ്റെ കൈകളിൽ ബാബിലോൺ. ഈ ബാബിലോൺ സംസ്കാരത്തിൻ്റെ ഓരോ ഭാഗമാണ് ഇതെല്ലാം. കർത്താവ് ഭൂമി മുഴുവൻ ഇങ്ങനെ ഓരോ ഉന്മത്തമാക്കിക്കൊണ്ടിരിക്കും. പുതിയ പുതിയ ഫാഷനുകൾ, പുതിയ പുതിയ മോഡലുകൾ, പുതിയ പുതിയ പെർഫ്യൂമുകൾ, പുതിയ പുതിയ വസ്ത്ര സംവിധാനങ്ങൾ, പുതിയ പുതിയ സംഭാഷണങ്ങൾ, പുതിയ പുതിയ രീതിയിൽ ഈ ഭക്ഷണ സാധനങ്ങൾ, ഇതെല്ലാം ഇങ്ങനെ ലോകത്തെ ഉത്തേജിപ്പിക്കും. ലോകത്തിന് ഇങ്ങനെ ഉത്തേജിപ്പിച്ച് സ്വർണ്ണ ചഷകം പോലെ, സ്വർണത്തിൻ്റെ ഒരു ചഷകം കിട്ടിയാൽ, ഒരു ചഷകം എന്ന് പറഞ്ഞാൽ ഒരു പഴച്ചാറ് കിട്ടിക്കഴിഞ്ഞാൽ മനുഷ്യനത് കഴിക്കുവാൻ ആഗ്രഹിക്കുന്നത് പോലെ മനുഷ്യൻ ഇതിൻ്റെയൊക്കെ പിന്നാലെ പോയിക്കൊണ്ട് പ്രവർത്തിക്കുമ്പോൾ കർത്താവ് പറയുകയാണ്. എത്ര വ്യക്തമായിട്ടാണ് കർത്താവ് ഇതെല്ലാം എഴുതി വെച്ചിരിക്കുന്നത് നോക്കണം പ്രിയ സഹോദരങ്ങളെ. അതുകൊണ്ട് കർത്താവിൻ്റെ ആ വചനത്തെ നമ്മൾ ശരിക്കും മനസ്സിലാക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട സത്യം ഇതാണ്. അത് ജെറമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ വളരെ വ്യക്തമായിട്ട് എഴുതി വെച്ചിരിക്കുന്ന ഭാഗം നമ്മൾ മനസ്സിലാക്കണം. അത് കർത്താവ് ജെറമ്യാ 51:7 വ്യക്തമായിട്ട് എഴുതി. ഭൂമി മുഴുവൻ ഉന്മത്തമാക്കിയ സ്വർണ്ണചഷകമായിരുന്നു കർത്താവിൻ്റെ കയ്യിൽ ബാബിലോൺ. അതിൽ നിന്ന് വീഞ്ഞു കുടിച്ച് ജനതകൾക്ക് ഭ്രാന്ത് പിടിച്ചു. ബാബിലോൺ പെട്ടെന്ന് വീണു തകർന്നു. അവളെ ഓർത്ത് വിലപിക്കുവിൻ, അവളുടെ മുറിവുകൾക്ക് തൈലം അന്വേഷിക്കുവിൻ, അവൾ സുഖം പ്രാപിച്ചേക്കാം. ബാബിലോണിനെ നമ്മൾ ചികിത്സിച്ചു, എങ്കിലും അവൾ സുഖം പ്രാപിച്ചില്ല. അതിൻ്റെ അർത്ഥം ഇതാണ് പ്രിയ സഹോദരങ്ങളെ. ഇത്തരം ബാബിലോൺ സംസ്കാരം ഉള്ള നമ്മുടെ കുടുംബത്തെയോ നമ്മുടെ മക്കളെയോ ഇടവകയോ ചികിത്സിച്ചാൽ പോലും ഭേദമാവുകയില്ലാത്ത വിധം മനുഷ്യൻ അധംപതിച്ചു പോയി. ഈ കാണുന്ന ഉന്മത്ത മനുഷ്യൻ്റെ ആത്മാവിന് വിശുദ്ധി നഷ്ടപ്പെടുത്തി ശരീരത്തെ ഉന്മത്തമാക്കി ശരീരത്തിന് പ്രചോദനം നൽകുന്ന ഇന്നത്തെ സിനിമകളോ സീരിയലുകളോ ബ്ലൂ ഫിലിമുകളോ അല്ലെങ്കിൽ അത്തരം സംഭാഷണങ്ങളോ അത്തരം ചിത്രങ്ങളോ ഒക്കെ കാണുമ്പോൾ ലോകത്തിന് ഭ്രാന്തി പിടിച്ചിരിക്കുന്നു. ലോകം മുഴുവനും ഉള്ള മനുഷ്യരിലേക്ക് ഈ പക്ഷികളുടെ ദുരാത്മാക്കൾ കയറി ചെല്ലുമ്പോൾ അവിടെ വ്യഭിചാരം, കൊലപാതകം, മോഷണം, ബലാത്സംഗം, കവർച്ചകൾ ഇതെല്ലാം ലോകത്ത് പെരുകി വരുന്നതായിട്ട് നമ്മൾ കാണുന്നു പ്രിയപ്പെട്ടവരെ. അതാണ് ഇതിൻ്റെ പരിണത ഫലം. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് ലോകത്തിന് ഭ്രാന്ത് പിടിച്ചിരിക്കുന്നു. എല്ലാവിധ ഭ്രാന്തൻ പരിപാടികളും ലോകം ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ഇത്തരം വിശുദ്ധമായ പ്രവൃത്തികളിലേക്ക്, ദൈവപ്രവൃത്തികൾ, ദൈവവചനം പാലിക്കുന്നതിലേക്ക് വരാതെ അതിൻ്റെ എതിർദിശയിലേക്ക്, എതിർ പ്രമാണങ്ങളിലേക്ക്, ബാബിലോൺ സംസ്കാരത്തെ അന്വേഷിച്ചുകൊണ്ട്, ബാബിലോൺ ചഷകം മൂക്കറ്റം കുടിച്ചുകൊണ്ട് നമ്മൾ പോകുമ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ദൈവമായ കർത്താവ് എത്ര വ്യക്തമായിട്ടാണ് എഴുതി വെച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മൾ അടുത്ത ഒരു പോയിന്റിലേക്ക് കൂടെ നമ്മൾ പോകേണ്ടതായിട്ടുണ്ട്. യേശയ്യാ പ്രവാചകന്റെ പുസ്തകം 4 അധ്യായം അതിൻ്റെ നമുക്കറിയാം. യേശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ അധ്യായം 4 അതിൻ്റെ 8 തിരുവചനത്തിൽ കർത്താവ് എഴുതി വെച്ചിരിക്കുകയാണ്. അധർമ്മികൾക്ക് ദുരിതം എന്നാണ് അതിൻ്റെ ഹെഡിങ്. നമ്മൾ മനസ്സിലാക്കണം എന്താണെന്ന്. മറ്റാർക്കും വസിക്കാൻ ഇടം കിട്ടാത്ത വിധം വീടോട് വീട് ചേർത്ത് വയലോട് വയൽ ചേർത്ത് അതിൻ്റെ മധ്യത്തിൽ തനിച്ചു വസിക്കുന്നവർക്ക് ദുരിതം. സൈന്യങ്ങളുടെ കർത്താവ് ശബ്ദം ചെയ്യുന്നത് ഞാൻ കേട്ടു. അനേകം മന്ദിരങ്ങൾ നിർജ്ജനമാകും. മനോഹരമായ മാളികൾ വസിക്കാൻ ആളില്ലാതെ ശൂന്യമായി കിടക്കും. 10 ഏക്കർ മുന്തിരിത്തോട്ടിൽ നിന്ന് 1 ബത്ത് വീഞ്ഞും 1 ഹോമർ വിത്തിൽ നിന്ന് 1 യഫ ധാന്യവും മാത്രം വിളവ് ലഭിക്കും. പ്രിയപ്പെട്ടവരെ, അതിൻ്റെ അർത്ഥം ഇതാണ്. മറ്റാർക്കും വസിക്കാൻ ഇടം കിട്ടാത്ത വിധം വീടോട് വീട് ചേർത്ത് വീട് നിർമ്മിക്കുക എന്ന് പറഞ്ഞാൽ ഇന്നത്തെ 2 നില വാർക്ക വീടുകൾ. പ്രിയപ്പെട്ട, വിശുദ്ധ ഗ്രന്ഥത്തിൽ നമുക്ക് പഠിക്കാനോ പഠിപ്പിക്കാനോ ആളില്ലാതെ പോയത് കൊണ്ട് കൂടുതൽ പണം വിദേശ രാജ്യങ്ങളിൽ പോയി സമ്പാദിച്ച് നമ്മളിവിടെ വന്ന് 1 കോടി 1.5 കോടി രൂപയുടെ ഒക്കെ വലിയ വീടുകൾ പണിയാണ്. താഴത്തെ നിലയിൽ ഏതെങ്കിലും ഒരു മുറിയിൽ ഒരു അപ്പനോ അമ്മയോ കാണും. അവരുടെ 1 or 2 മക്കളുണ്ടെങ്കിൽ ഒരാൾ UK-ലും ഒരാൾ കാനഡയിലുമായി പോകും. എന്നിട്ടോ കർത്താവ് പറയുകയാണ് വീടോട് വീട് ചേർത്ത് വീട് നിർമ്മിക്കുന്ന ദുരിതം, കഷ്ടമെന്ന് പറഞ്ഞിരിക്കുകയാണ് കർത്താവ്. എന്താണ് അതിൻ്റെ കാരണമെന്ന് കൂടി കർത്താവിന് നമുക്ക് പറയാം. അനേകം മന്ദിരങ്ങൾ നിർജ്ജനമാകും. അനേകം വീടുകൾ ഭവനങ്ങൾ ജനമില്ലാതെയാകും. ഇന്ന് നമ്മൾ പാലസ്തീനിലും
ഒക്കെ നമ്മൾ കാണുന്ന ഭാഗം എന്താണ് പ്രിയപ്പെട്ടവരെ? അനേകം മണിമന്ദിരങ്ങൾ നമ്മൾ കാണുന്നു. ഇവിടെ ഉക്രൈനിൽ കാണുന്നു അനേകം കോടാനുകോടി വിലയുള്ള വലിയ കെട്ടിടങ്ങൾ നിർജ്ജനമായി തീരുന്നു. മനുഷ്യവാസമില്ലാതെ തകർന്ന് തരിപ്പണമായി കിടക്കുന്ന ഭാഗങ്ങൾ, മനോഹരമായ മാളികൾ വസിക്കാൻ ആളില്ലാതെ ശൂന്യമായി കിടക്കും. യെശയ്യാ പുസ്തകം 4-ാം അധ്യായം 8-ാം തിരുവചനം 9-ാം തിരുവചനം. പ്രിയപ്പെട്ടവരെ, അത് പറഞ്ഞാൽ കെട്ടിടങ്ങൾ, നമ്മൾ വലിയ മണിമന്ദിരങ്ങൾ നിർമ്മിക്കുമ്പോൾ നമ്മൾ ഓർക്കണം, ഇത് ഇന്നല്ല നാളെ തകർന്ന് തരിപ്പണമാകും. ഈ കെട്ടിടങ്ങൾ മുഴുവനും, പണിതുയർത്തിയ മുഴുവൻ കെട്ടിടങ്ങളും ഭൂമിയിൽ നിന്നും അത് മുഴുവൻ നിലംപതിക്കുന്നതാണ്. ഒന്നും ശേഷിക്കുകയില്ലെന്നും ഒന്നും നിലനിൽക്കുകയില്ലെന്നും വളരെ വ്യക്തമായിട്ട് കർത്താവ് എഴുതി വെച്ച വചനങ്ങളിൽ കൂടെ നമ്മൾ കടന്നുപോവുകയാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രിയപ്പെട്ടവരെ, 2 നില വാർക്ക് വീട് പണിയാതെ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾക്ക് എത്ര പണമുണ്ടെങ്കിലും അതിൻ്റെ പണത്തിൻ്റെ വ്യയം, അതിൻ്റെ ഉപയോഗം പ്രിയപ്പെട്ടവരെ പരിമിതപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ 2ാമത്തെ വരവിനായിട്ട് ഒരുങ്ങുമ്പോൾ നമ്മൾ ചെറിയ ഒരു കെട്ടിടമുണ്ടാക്കി, ഒരു 3-4 മുറി, ഒരു 1000-1200 സ്ക്വയർ ഫീറ്റ്, ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്കറിയാം ഓരോ ഭവനത്തിലും ആളുകളുടെ എണ്ണം വളരെ പരിമിതമാണ്, വളരെ കുറവാണ്. 1-2 മക്കളെ ഉണ്ടാവുകയുള്ളൂ. അവർ പഠിച്ച് ഒരു 15 വയസ്സ് മുതൽ അവർ വിദേശത്തേക്കുള്ള കയറ്റുമതി ചെയ്യപ്പെടുകയാണ്. അവിടെ വിവിധ രീതിയിൽ പഠിക്കാനാണെന്ന് പറഞ്ഞു പോകുന്നു, അതോടൊപ്പം ജോലി ചെയ്യുന്നു, അതവരുടെ സെറ്റിലാകുന്നു. ഇവിടെ കിടക്കുന്ന വീടുകൾ വെറും ശൂന്യമായി കിടക്കുന്നു. ഇന്നലെ നാളെ ആഗോള യുദ്ധം അതിൻ്റെ പൂർണ്ണാവസ്ഥയിലേക്ക് വരുമ്പോൾ ഈ കെട്ടിടങ്ങൾ മുഴുവനും നിർജ്ജനമായി തീരുന്നു, തകർന്ന് മണിമന്ദിരങ്ങൾ തകർന്നു പോകുന്ന കർത്താവ് യെശയ്യാ പുസ്തകം 8-ാം അധ്യായത്തിൽ എഴുതി വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മളിവിടെ ചിന്തിക്കേണ്ടത്, നമ്മൾ 2 നില വാർക്കം വീട്ടിൽ കിടക്കുന്ന ആളാണെങ്കിൽ കുഴപ്പമില്ല പ്രിയപ്പെട്ടവരെ. കാരണം വെച്ചാൽ 10 വർഷം 5 വർഷം മുമ്പ് അന്ന് സമ്പത്തുണ്ടായതിൻ്റെ പുറത്ത് മക്കൾ വലിയ 2 നില വീട് പണിതു. പക്ഷേ അപ്പനും അമ്മയും അതിൻ്റെ ഏതെങ്കിലും ഒരു മൂലയിൽ ഒരു മുറിയിൽ താമസിക്കുകയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, അത് സാരമില്ല, നിങ്ങളവിടെ ജീവിച്ചുകൊള്ളുക, അവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ പറ്റിയില്ല. പക്ഷേ നിങ്ങളുടെ ഹൃദയത്തിൽ അതോർത്ത് അഹങ്കരിക്കരുത്. ഞാൻ 2 നില വാർക്ക വീടുള്ള വീട്ടിലെ വ്യക്തിയാണ്, അത് വലിയ മാളിക വീടാണ് എൻ്റെ വീട് എന്നോർത്തുകൊണ്ട് ഹൃദയത്തിൽ അഹങ്കരിക്കുന്നതിന് പകരം, കർത്താവേ, ഈ വലിയ വീടുകളൊന്നും പണിയരുതെന്നും ഇതെല്ലാം നശിച്ച് തകർന്ന് തരിപ്പണമായി പോകുമെന്നും കർത്താവ് യെശയ്യാ പുസ്തകത്തിൽ എഴുതി വെച്ച വചനമൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു. പക്ഷേ ഞങ്ങൾ ഇന്ന് അവിടെ താമസിക്കാതിരിക്കാൻ പറ്റും. ഞങ്ങൾ താമസിക്കുന്ന കർത്താവേ, അതിൻ്റെ പേരിൽ ഞാൻ അഹങ്കരിക്കുന്നില്ല, ഞാൻ അതിൻ്റെ ഒരു മൂലയിൽ ഇങ്ങനെ ഒതുങ്ങി കൂടിക്കൊള്ളാം കർത്താവായ യേശുവേ എന്ന് എളിമയോടെ പ്രാർത്ഥിച്ചുകൊണ്ട് അതിനകത്ത് ജീവിക്കുക. പിന്നെ മക്കളൊക്കെ ഇനി വലിയ കെട്ടിടങ്ങൾ പണിയാൻ തുടങ്ങുമ്പോൾ അവരോട് പറഞ്ഞു കൊടുക്കണം, പ്രിയ മക്കളെ, നമ്മൾ വലിയ വീടുകൾ പണിയരുത്. യേശുവിൻ്റെ 2ാമത്തെ വരവിൻ്റെ കാലഘട്ടമായി. കാരണം ആഗോള യുദ്ധം അതിൻ്റെ പൂർണ്ണാവസ്ഥയിലേക്ക് വരും. എന്നല്ല നാളെ വലിയ യുദ്ധമെത്തുമെന്നും അത് യുഗാന്ത്യത്തിലേക്ക് മനുഷ്യൻ എത്തിക്കുമ്പോൾ ലോകം അതിൻ്റെ അന്ത്യ സംഭവം നമ്മുടെ കണ്ണുകൊണ്ട് കാണുമെന്നുമെല്ലാം നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോകണം. അതിനാൽ പ്രിയ സഹോദരങ്ങളെ, ഇനിയും അടുത്ത ഒരു എപ്പിസോഡിലെ ക്ലാസ് കൊണ്ട് നിങ്ങൾക്ക് ഇത്തരം പ്രവൃത്തികൾ നമ്മൾ ഉണ്ടെങ്കിൽ ഇതിനെ എങ്ങനെയാണ് നമ്മൾ തിരുത്തേണ്ടത്, ഇതിനെ എങ്ങനെയാണ് നമ്മൾ കഴുകേണ്ടത്, ഇതിൽ നിന്നും എങ്ങനെയാണ് നമ്മൾ രക്ഷ പ്രാപിക്കേണ്ടത്, എൻ്റെ ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനെയും ഒരുക്കിയെടുക്കുന്ന ഒരു പ്രത്യേക രീതിയിൽ ഒരുക്കി വിശുദ്ധി പ്രാപിപ്പിച്ച് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് റാപ്ചറിൻ്റെ ഒരുക്കം എങ്ങനെ സംഭവിക്കും എന്നുള്ളതിനെപ്പറ്റി അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചിന്തിക്കാം. പ്രിയപ്പെട്ടവരെ, നമുക്ക് അതുവരെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഇത്തരം ക്ലാസ്സുകൾ എടുക്കാതെ നിങ്ങളെ ഒരുക്കാൻ പറ്റുകയില്ല പ്രിയപ്പെട്ടവരെ. ഒരിക്കലും ഒരു റാപ്ചറിൻ്റെ ഒരുക്കമെന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ സമൂല വിശുദ്ധിയാണ്. ആ മനുഷ്യൻ്റെ അടി തൊട്ട് മുടി വരെ അവൻ്റെ സമൂലം, അവൻ്റെ വ്യക്തിത്വം പൂർണ്ണമായിട്ടും പരിശുദ്ധി കൊണ്ട് നിറച്ച് ഏതൊക്കെ ദുരാത്മാക്കളുടെ പക്ഷികൾ നമ്മുടെ ആത്മാവിലുണ്ട്, ഏതൊക്കെ അസ്വസ്ഥത നിറഞ്ഞ പൈശാചിക്തങ്ങൾ നമ്മളെ സ്വാധീനിച്ചിട്ടുണ്ട്, ഏതെല്ലാം വിഗ്രഹത്തിൻ്റെ അടിമത്തത്തിലേക്ക് നമ്മൾ പെട്ടുപോയിട്ടുണ്ട്. അത് സിനിമയുടെ അടിമത്തത്തിലേക്കാണോ, സീരിയലിൻ്റെ അടിമത്തത്തിലേക്കാണോ, അശുദ്ധിയുടെ ചിത്രം കണ്ട് അതിൻ്റെ അടിമത്തത്തിലേക്കാണോ, പത്രത്തിൻ്റെ അടിമത്തത്തിലേക്കാണോ, അതോ നമ്മൾ ഏതെങ്കിലും രാഷ്ട്രീയ അടിമത്തത്തിലേക്കാണോ, ഏതെങ്കിലും പ്രത്യയശാസ്ത്രത്തിൻ്റെ അടിമത്തത്തിലേക്കാണോ പോയത്? ഏതെല്ലാം വസ്തു ഉപയോഗിച്ചുകൊണ്ട് ഞാൻ 10,000-കണക്കിന് രൂപ, ലക്ഷക്കണക്കിന് രൂപ ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി വ്യയം ചെയ്തിട്ടുണ്ട്, ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് ചിന്തിച്ച് പഠിച്ച് കർത്താവിൻ്റെ മുമ്പിൽ നീതിയോടെ ആയിരിക്കുവാൻ വേണ്ടിയാണ് പ്രിയ സഹോദരങ്ങളെ ഈ ക്ലാസ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇടുന്നത്. അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഇതിൻ്റെ പരിഹാര മാർഗങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. ഇതാണ് റാപ്ചറിൻ്റെ മർമ്മത്തിൻ്റെ മർമ്മം എന്ന് ഈ ക്ലാസ്സിൽ നമുക്ക് വിളിക്കാം. ഇതെല്ലാം ഒരു മനുഷ്യനെ സ്വാധീനിക്കുന്ന പൈശാചി ശക്തികൾ, അഥവാ ഈ ലോകത്തിന് ജഡമോഹങ്ങളുമായിട്ട് വരുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം. ഇതിനെല്ലാം കർത്താവ് പൊതുവെ പറയുന്ന പേരാണ് വിഗ്രഹങ്ങൾ എന്ന്. അതുകൊണ്ടാണ് റോമർ 1:23 ഞാൻ കഴിഞ്ഞ ദിവസം എപ്പിസോഡിൽ നിങ്ങൾ പറഞ്ഞിരുന്നു, റോമർ 23 അനശ്വരനായ ദൈവത്തിൻ്റെ മഹത്വം നശ്വരനായ
മനുഷ്യരുടെയോ മൃഗങ്ങളുടെയോ പക്ഷികളുടെയോ ഇഴജന്തുക്കളുടെയോ സാദൃശ്യമുള്ള വിഗ്രഹങ്ങൾക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടു പോയി എന്ന് പറയുന്നതിൻ്റെ ബാക്കി ഭാഗമാണ്. ഏതെല്ലാം രീതിയിലാണ് ഹോസിയ പറയാൻ്റെ പുസ്തകത്തിൽ വന്നപ്പോൾ വസ്ത്രദാനത്തെക്കുറിച്ച് മാറിൽ നിന്ന് പരസംഗം എടുത്ത് മാറ്റാൻ അവളോട് വാദിക്കുക, സഭയോട് വാദിക്കുക, കുടുംബത്തോട് വാദിക്കുക, പെൺകുഞ്ഞുങ്ങളോട് വാദിക്കുക. മക്കളെ തെറ്റാണെന്ന് പഠിപ്പിക്കുവാൻ നമുക്ക് കടമയും ഉത്തരവാദിത്വമുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ കേൾക്കാതെ നമ്മൾ അറിയത്തില്ലായിരുന്നു കർത്താവേ എന്ന് നമ്മൾ പറഞ്ഞ് ചിന്തിക്കാൻ പാടില്ല. കാരണം ഈ ക്ലാസ്സുകളൊക്കെ ഇപ്പോൾ കേൾക്കുമ്പോൾ നമുക്ക് അതിൻ്റെ വിലയില്ല, അല്ലെങ്കിൽ ഇപ്പോൾ കേൾക്കുമ്പോൾ ഇതൊക്കെ ഒരു വിഡ്ഢിത്തമാണ് നമുക്ക് തോന്നിയേക്കാം. പക്ഷേ പ്രിയ സഹോദരങ്ങളെ, ഏതാനും വർഷങ്ങൾ കൂടി മുന്നോട്ട് പോകുമ്പോൾ ആഗോള യുദ്ധം പൊട്ടിപ്പുറപ്പെടുകയും ആണവ ആയുധങ്ങൾ ലോകത്തിലേക്ക് വന്നു വീഴുകയും ചെയ്ത് ഈ ലോകത്ത് വലിയ അരാജകത്വവും വലിയ വേദനകളും വലിയ പട്ടിണിയും വലിയ രോഗാവസ്ഥയും വലിയ പ്രതിസന്ധികളും, ഒരു 10 രൂപ പോലും കയ്യിലില്ലാത്ത വിധം, 1 മണി അരി പോലും കയ്യിലില്ലാത്ത വിധം നമ്മൾ കഷ്ടങ്ങളുടെയും നഷ്ടങ്ങളുടെയും ദുഃഖത്തിൻ്റെയും ദുരിതത്തിൻ്റെയും ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ അവിടെ നമുക്ക് അറിയാം, നമ്മൾ കർത്താവിനോട് വിളിച്ചാൽ ആ വിളിപ്പുറത്തെത്തുന്ന കർത്താവ് നമ്മുടെ അടുത്ത് വരണമെങ്കിൽ നമ്മളിൽ ഇത്തരം കാര്യങ്ങളെ കണ്ടെത്തി അതിൻ്റെ ദുരാത്മാക്കളെ ബന്ധിച്ച് ബഹിഷ്കരിച്ച് അതിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് യേശുവിൻ്റെ വരവിന് വേണ്ടി ഒരുക്കപ്പെട്ടാൽ പ്രിയ സഹോദരങ്ങളെ, നമ്മൾ രക്ഷ പ്രാപിക്കും. നമുക്കൊരു നല്ല റാപ്ചർ, നല്ല ഒരു റാപ്ചറിന് മുമ്പ്, ഒരു എടുക്കപ്പെടലിന് മുമ്പ് നമ്മൾ മരിച്ചാൽ അതൊരു നിദ്രയിലേക്ക് പ്രവേശിക്കാൻ യേശുവിനോട് കൂടി. നമുക്കറിയാം, തെസ്സലോനിക്കരുടെ ലേഖനത്തിൽ വീണ്ടും ഞാൻ നിങ്ങൾ ആവർത്തിച്ച് പറയുകയാണ്, ഇത് പ്രിയപ്പെട്ടവർ ഓരോ ക്ലാസ്സിൽ നമ്മൾ എടുത്തു പറയുന്നത്, വീണ്ടും വീണ്ടും പറയുന്നതിൽ എനിക്ക് മടുപ്പ് തോന്നുന്നില്ല എന്ന് പൗലോസ് പറഞ്ഞതുപോലെ പ്രിയപ്പെട്ടവർ വീണ്ടും വീണ്ടും നിങ്ങളെ ഓർപ്പിക്കുന്നതിൽ എനിക്കും മടുപ്പ് തോന്നുന്നില്ല. കാരണം ഓരോ വചനത്തിൻ്റെയും നിഗൂഢാർത്ഥങ്ങളിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ കർത്താവ് പറഞ്ഞ വചനങ്ങൾ നമ്മൾ ഓർത്തിരിക്കണം. ക്രിസ്തുവിൽ മരണമടഞ്ഞവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കും, എന്നാൽ യേശുവിൽ നിദ്ര പ്രാപിച്ചവർ അവനോട് കൂടെ ഉയർത്തെഴുന്നേൽക്കും. ഒരു നിദ്രയെങ്കിലും നമുക്ക് ലഭിക്കണം. കാരണം ഇനി ലോകത്ത് മരണമില്ല. മരണത്തെ യേശു ക്രിസ്തു ഭൂമിയിൽ നിന്ന് എടുത്തു മാറ്റി. അവന് ഇനിയുള്ള കാലഘട്ടത്തിൽ വിശുദ്ധിയോടെ പരിശുദ്ധിയോടെ ജീവിക്കുന്നവർക്ക് ദൈവം കൊടുക്കുന്ന സമ്മാനമാണ് നിദ്ര. ആ നിദ്രയെങ്കിലും നമുക്ക് ലഭിക്കണം. നിദ്രയിലൂടെ ഇപ്പോൾ മരിക്കുന്നവർക്ക് നിദ്രയും, എന്നാൽ കർത്താവിൻ്റെ വരവിനായിട്ട് ഒരുക്കപ്പെട്ടു അപ്പോൾ നമ്മിൽ അവശേഷിക്കുന്നവർ യേശുവിനെ വരവേൽക്കാനായി വാനമേഘങ്ങളിൽ എടുക്കപ്പെടുമെന്ന് പറയുന്ന സമയത്ത് നമ്മളെ എടുക്കപ്പെടണമെങ്കിൽ, റാപ്ചർ നമുക്ക് ലഭിക്കണമെങ്കിൽ എവിടേക്കാണ് തിരുത്തലോ വേണ്ടത്, എവിടേക്കാണ് എനിക്ക് തെറ്റുപറ്റിയത്, എന്തൊക്കെ സംഭവങ്ങളാണ് എൻ്റെ കൺമുമ്പിൽ നിന്ന് എടുത്തു മാറ്റേണ്ടത്, ഏതെല്ലാം വിഗ്രഹങ്ങളുടെ അടിമത്തത്തിൽ ഞാൻ പോയിട്ടുണ്ട് എന്നുള്ള ആത്മശോധന ചെയ്യാതെ പ്രിയ സഹോദരങ്ങളെ ഒരിക്കലും നമുക്ക് ഈ ലോകത്തുനിന്ന് ഈ ശരീരത്തെ മേലോട്ട് പൊന്താൻ സാത്താൻ അനുവദിക്കില്ല. പൈശാചി ശക്തികളുടെ പിടുത്തം അത്ര ഭയാനകമാണ്. അതൊരു തേള് പിടിക്കുന്നത് പോലെയോ, ഒരു പാമ്പ് ചുറ്റിപ്പിടിക്കുന്നത് പോലെയോ, അതൊരു തേള് കുത്താൻ വേണ്ടി പിടിക്കുന്ന ഒരു ഞണ്ട് പിടിക്കുന്നത് പോലെ, 8 കാലി പിടിക്കുന്നത് പോലെ അത്ര ഭയാനകവും ശക്തമായ രീതിയിലുള്ള പൈശാചി സാന്നിധ്യത്തിൻ്റെ അടിമത്തത്തിലേക്ക് മനുഷ്യൻ കടന്നു പോയിരിക്കുന്നു. ഇനിയിപ്പോൾ മനുഷ്യന് സ്വാതന്ത്ര്യം ലഭിക്കുക, അവൻ്റെ ആത്മാവിൻ്റെ വിശുദ്ധീകരണ പ്രക്രിയ ശരിയായ വിധത്തിൽ നടത്തുക എന്ന് പറഞ്ഞാൽ അതൊരു അസാധ്യ മേഖലയിലേക്ക് എത്തപ്പെട്ടു പോയി. എന്നാലും പ്രിയ സഹോദരങ്ങളെ, കർത്താവായി യേശു ക്രിസ്തുവിനെ വിളിക്കുന്ന ഒരു വ്യക്തിയെയും കർത്താവ് വെറുതെ ഉപേക്ഷിക്കുകയില്ല. പ്രിയപ്പെട്ടവരെ, കർത്താവ് പറയുന്നുണ്ട്, നീ വിളിച്ചാൽ ഞാൻ നിനക്ക് ഉത്തരമരുളും, നീ പ്രാർത്ഥിച്ച് തീരും മുമ്പേ ഞാൻ നിൻ്റെ വിളി കേൾക്കുന്ന യേശയ്യ 65:23 കർത്താവ് പറഞ്ഞ വചനമുണ്ട്. നീ വിളിക്കുക, ഞാൻ നിനക്ക് ഉത്തരമരുളും. ഇതൊക്കെ കർത്താവ് പറഞ്ഞു വെച്ച വചനങ്ങളാണ്. കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ കൂടെ നമുക്ക് ജീവിക്കുവാൻ വേണ്ടി ഇത്തരം വചനങ്ങളെ എടുത്ത് നമ്മൾ ഉപയോഗിക്കണം. ആ വചനങ്ങൾ നമ്മൾ ആവർത്തിച്ച് പറയണം. നമ്മുടെ പ്രശ്നങ്ങൾ എവിടെയാണ് കിടക്കുന്നത് കണ്ടെത്തി അതിനെ തിരുത്തണം. അങ്ങനെ ഒരു റാപ്ചറിന് വേണ്ടിയിട്ട് നമുക്ക് ഒരുങ്ങാം. അടുത്ത എൻ്റെ ക്ലാസ്സിൽ നമ്മൾ ഏത് രീതിയിലാണ് നമ്മളിതിനെ കൈകാര്യം ചെയ്യുന്നത്, കർത്താവ് പറഞ്ഞ ആ തിരുവചനത്തിൻ്റെ മഹത്വം എങ്ങനെയാണ് നമ്മൾ ഉൾക്കൊള്ളുന്നത് ചിന്തിച്ചുകൊണ്ട് നമ്മൾ അടുത്ത ക്ലാസ്സിൽ റാപ്ചറിൻ്റെ ആ സംവിധാനം, റാപ്ചറിൻ്റെ ഒരുക്കം പൂർത്തിയാക്കുന്ന അടുത്ത ക്ലാസ്സോട് കൂടി റാപ്ചറിൻ്റെ സിസ്റ്റത്തെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്നാലും ഈ റാപ്ചറിൻ്റെ ഒരുക്കത്തിന് വേണ്ടി പ്രിയ സഹോദരങ്ങളെ, ഇതുപോലൊരു 10 ക്ലാസ് കൂടി തരാനുള്ള ക്ലാസ്സുകൾ, 10 എപ്പിസോഡ് കൊണ്ട് നിങ്ങൾക്ക് ചെയ്യാനുള്ള ക്ലാസ്സുകൾ ബൈബിളിൻ്റെ അടിസ്ഥാനത്തിലുണ്ട്. പക്ഷേ അതിനേക്കാൾ പ്രയോജനകരമായ വലിയ വലിയ ക്ലാസ്സുകൾ വീണ്ടും വീണ്ടും കിടക്കുന്നതുകൊണ്ടും ക്ലാസ്സുകളിൽ നീണ്ടുപോയിട്ട് കാര്യമില്ലാത്തതുകൊണ്ടും അടുത്തൊരു ക്ലാസ്സോട് കൂടി ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ ഒരുക്കം, റാപ്ചറിൻ്റെ ഒരുക്കം പൂർത്തിയാകുന്നത് എങ്ങനെയാണെന്ന് കൂടെ നിങ്ങളെ അറിയിക്കുന്നതാണ്. അതിനുള്ള ക്ലാസ് കൂടി ഞാൻ അടുത്ത പ്രാവശ്യം തരുന്നതാണ്. അതുവരെ നമുക്ക് കർത്താവായ യേശു ക്രിസ്തു നമ്മെ എല്ലാവരും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. കർത്താവായ യേശു ക്രിസ്തു നമ്മെ പരിപാലിക്കട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സംരക്ഷണവും സ്നേഹവും
വിശുദ്ധിയും ശക്തിയും നമ്മളോടൊപ്പം ഉണ്ടായിരിക്കട്ടെ. കർത്താവായ യേശുവേ, ഈ വചനം ശ്രമിക്കുന്ന ഓരോ മക്കളും തൻ്റെ ഭവനം വിട്ട് പുറത്തേക്ക് വാഹനമായിട്ട് ഇറങ്ങുമ്പോൾ കർത്താവെ സംരക്ഷണ കോട്ട ഒരുക്കണമേ. സക്രിയാപുരാന്റെ പുസ്തകം 9-8 തിരുവചനം കർത്താവ് പറയാണ്, ആരും കയറിറങ്ങി നടക്കാതിരിക്കാൻ ഞാൻ എൻ്റെ ഭവനത്തിന് ചുറ്റും പാളയമടിച്ച് കാവൽ നിൽക്കും, ഒരു മർദ്ദനും നിന്നെ ഉപദ്രവിക്കില്ല, എൻ്റെ കണ്ണ് നിൻ്റെ മേലുണ്ട്, എൻ്റെ കണ്ണ് നിന്നെ ശ്രദ്ധിക്കുന്നുണ്ട്, ഞാൻ നിന്നെ നോക്കിക്കൊണ്ടാണ് ഇരിക്കുന്നത് എന്ന് കർത്താവ് പറയുന്നത്. സക്രിയ 9:8 തിരുവചനത്തിൽ കർത്താവ് ഈ വചനം എഴുതി വെച്ചപ്പോൾ അത് നമ്മൾ ആവർത്തിച്ച് പറയണം പ്രിയപ്പെട്ടവരെ. സക്രിയ 9:8 ആരും കയറിറങ്ങി നടക്കാതിരിക്കാൻ എൻ്റെ ഭവനത്തിന് ചുറ്റും പാളയമടിച്ച് കാവൽ നിൽക്കും. എന്താണ് ഈ ആരെങ്കിലും ഇറങ്ങുക എന്ന് പറഞ്ഞാൽ? അതാണ് ഈ വിഗ്രഹങ്ങൾ പ്രിയപ്പെട്ടവരെ. ഈ വിഗ്രഹങ്ങളിൽ കൂടെ നമ്മൾ കയറുകയും ഇറങ്ങുകയും ചെയ്യുമ്പോൾ നമ്മുടെ ഭവനത്തിൽ വന്ന് പോകുന്നത് ദുരാത്മാക്കളാണ്, ദുഷ്ടാത്മാക്കളാണ്, ദുർഭൂതങ്ങളാണെന്ന് ഇതിനു മുമ്പുള്ള ക്ലാസ്സുകളിൽ ഞാൻ ഓരോന്നും അക്കമിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ ഭവനത്തിലേക്ക് ദുരാത്മാക്കൾ, ദുർഭൂതങ്ങൾ കയറുകയും ഇറങ്ങുകയും ചെയ്യാതിരിക്കുവാൻ, കർത്താവിൻ്റെ ആത്മാവിൻ്റെ കോട്ട കെട്ടുവാൻ നമ്മൾ പ്രാർത്ഥിക്കണം. സക്രിയ 9:8 ആരും കയറിറങ്ങി നടക്കാതിരിക്കാൻ ഞാൻ എൻ്റെ ഭവനത്തിന് ചുറ്റും പാളയമടിച്ച് കാവൽ നിൽക്കും, ഒരു മർദ്ദനും നിന്നെ നശിപ്പിക്കില്ല, ഉപദ്രവിക്കില്ല, ഒരു മർദ്ദനും നിന്നെ വേട്ടയാടുകില്ല, എൻ്റെ കണ്ണ് നിൻ്റെ മേലുണ്ട്. അവിടുന്ന് വീണ്ടും ഒരു പടി കൂടി മുന്നോട്ട് പോയാൽ നമുക്കറിയാം, വെളിപാടിൻ്റെ പുസ്തകം 3:10 സകല ഭൂവാസികളെയും പരിശോധിക്കാനായി ലോകത്തിലുണ്ടായിരിക്കുന്ന കഷ്ടങ്ങളുടെ സമയത്ത് നിന്നെ ഞാൻ സംരക്ഷിക്കും എന്ന വചനവും നമുക്ക് കൂട്ടിച്ചേർത്ത് പറയണം. സകല ഭൂവാസികളെയും പരിശോധിക്കാനായി ലോകത്തിലുണ്ടായിരിക്കുന്ന കഷ്ടങ്ങൾ ഇനി വരാനിരിക്കുന്നതാണ്. അടുത്തു തന്നെ നമ്മുടെ മുമ്പിലേക്ക് അത്തരം വലിയ ദുരന്തങ്ങൾ, വലിയ പ്രശ്നങ്ങൾ എത്തും പ്രിയപ്പെട്ടവരെ. അവിടെ നമ്മൾ ആഗ്രഹിക്കും, എനിക്കൊരു റാപ്ചർ കിട്ടിയിരുന്നെങ്കിൽ കർത്താവേ, എന്നെ അങ്ങ് എടുത്തിരുന്നെങ്കിൽ. നമുക്കറിയാം, വെളിപാടിൻ്റെ പുസ്തകത്തിൽ ചില ഭാഗത്ത് പറഞ്ഞ ഏറ്റവും അവസാന ഭാഗത്ത് പറയുകയാണ്, അക്കാലത്ത് മനുഷ്യർ മരണത്തെ തേടും, എന്നാൽ മരണം അവരിൽ നിന്ന് ഓടിയകലും. മരിക്കാൻ വേണ്ടി നമ്മൾ ആഗ്രഹിക്കും. ഭക്ഷണമില്ലാത്ത അവസ്ഥ, നമുക്ക് പാർപ്പിടം നഷ്ടപ്പെട്ട അവസ്ഥ, ബന്ധുമിത്രാദികളില്ലാത്ത അവസ്ഥ, വലിയ ഏകാന്തത, വലിയ മരണഭയം, വലിയ മരണഭീതി നമ്മുടെ മുമ്പിലേക്ക് വരും. ഇന്ന് വാർത്താ ചാനൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കേൾക്കാൻ പറ്റാത്ത വാർത്തകളാണ് നമ്മൾ കേൾക്കുന്നത് പ്രിയപ്പെട്ടവരെ. ഭയം തോന്നുന്ന വാർത്തകൾ. ഇതെല്ലാം സംഭവിക്കാനിരിക്കുന്നതിൻ്റെ മുന്നൊരുക്കങ്ങളാണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ റാപ്ചറിന് വേണ്ടി ഒരുങ്ങുമ്പോൾ, എടുക്കപ്പെടുവാൻ വേണ്ടി നമ്മൾ ആഗ്രഹിക്കും, കർത്താവേ, അങ്ങയുടെ ദൂതന്മാരെ അയച്ച് എന്നെ ഒന്ന് എടുക്കണമേ, എന്നെ മരിക്കാനെങ്കിലും അനുവദിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിലവിളിച്ച് പ്രാർത്ഥിക്കുന്ന സമയം പ്രിയപ്പെട്ടവരെ ആഗതമായി വരുന്നുണ്ട്. ആ വേദനകളെ മുന്നിൽ കണ്ടുകൊണ്ടാണ് നിങ്ങൾക്ക് ഒരുങ്ങുവാൻ വേണ്ടി റാപ്ചർ എന്ന പരമസത്യത്തെ, പരമസന്തോഷത്തെ, അതിൻ്റെ ആ മതിമറന്ന ആനന്ദത്തിലേക്ക് കർത്താവ് യേശു ക്രിസ്തു കൂടെ ആയിരിക്കുവാൻ, യേശുവിൻ്റെ കൂടെ ഒപ്പം ഉയരുവാൻ, സ്വർഗമെന്ന പരമസത്യത്തിലേക്ക് എത്തിപ്പെടുവാൻ മനുഷ്യനെ ഒരുക്കുന്നതിൻ്റെ ഒരുക്ക ക്ലാസ്. ഇത് നിങ്ങൾ നിസ്സാരമായിട്ട് കാണരുത്. ഈ വചനത്തിലെ ഓരോ അക്കങ്ങളും നിങ്ങൾ വചനമെടുത്തു വെച്ച്, ദൈവവചനമെടുത്തു വെച്ച്, വിശുദ്ധ ഗ്രന്ഥം തുറന്നു വെച്ച്, ഈ പറഞ്ഞ വചനങ്ങൾ, ഞാൻ പറഞ്ഞ ശേഷമുള്ള വചനങ്ങൾ നിങ്ങളെടുത്ത് വായിച്ചു നോക്കി അത് ബുക്കിലോ പേപ്പറിലോ എഴുതി വെച്ചുകൊണ്ട് വീണ്ടും പല ആവർത്തി കേൾക്കണം. അതുപോലെ തന്നെ പ്രിയ സഹോദരങ്ങളെ, ഇത്തരം എപ്പിസോഡുകൾ നിങ്ങൾ ഒരാവർത്തി കേട്ടാൽ നിങ്ങളുടെ ആത്മാവിൽ തങ്ങി നിൽക്കുകയില്ല. പലപ്പോഴായിട്ട് ഒരു 4 പ്രാവശ്യം 5 പ്രാവശ്യം ഓരോ ദിവസം നിങ്ങൾ ഈ ക്ലാസ്സുകൾ കേൾക്കുമ്പോൾ നിങ്ങളുടെ ആത്മാവിലേക്ക് ഇത് പതിയും. അപ്പം നമ്മുടെ ആത്മാവ് ഓരോ വസ്തുക്കളെ കണ്ടെത്താൻ നമ്മുടെ ആത്മാവ് അന്വേഷിക്കും. നമ്മൾ കാണും, ഇപ്പോൾ മൊബൈൽ ഫോണ്, അതിന് അത്യാവശ്യം ഒരു കോളിങ്, അത്യാവശ്യം ആളെയോട്ട് വിളിക്കേണ്ട സമയത്ത് വിളിച്ചു, അത് ഓഫാക്കി സ്വിച്ച് ഓഫാക്കി മാറ്റി വയ്ക്കാൻ നമുക്ക് സാധിക്കും. നമുക്കറിയാം, പത്രമാസികളൊക്കെ നമ്മൾ കാണും, അല്ലെങ്കിൽ ടി വി, നമ്മുടെ കുടുംബത്തിൽ തന്നെ ഒരു ടി വി ഉണ്ടെങ്കിൽ അത് വലിയ അപ്പനോ അമ്മയോ ഒക്കെ കണ്ടിത് കാണുമെങ്കിൽ അവരെ ശാസിക്കാൻ പോകണ്ട. കാരണം അവരുമായിട്ട് നമ്മൾ വാക്ക് തർക്കമുണ്ടാവുകയും കുടുംബത്തിൽ പ്രശ്നം ഉണ്ടാവുകയും ചെയ്യും. പക്ഷേ നമുക്ക് അവിടുന്ന് ഓടിയാകാൻ സാധിക്കും. നമ്മുടെ വല്യപ്പൻ അല്ല അപ്പൻ പത്രം വായിക്കുകയാണ്, പക്ഷെ നമുക്കത് വായിക്കണ്ട, നമുക്ക് അവിടുന്ന് മാറിപ്പോകാം, നമുക്ക് നോക്കാതിരിക്കാം. അങ്ങനെ ഓരോ കാര്യങ്ങൾ എങ്ങനെയാണ് ക്രമീകരിക്കേണ്ടത് എന്ന് ചിന്തിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഒരുക്കുന്ന അതിവിശുദ്ധമായ അതിനിഗൂഢമായ രഹസ്യങ്ങളുടെ വെളിപ്പെടുത്തലുകൾ തന്നുകൊണ്ടാണ് ഈ ക്ലാസ്സുകൾ ഞങ്ങൾക്ക് തരുന്നത് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഈ വചനം ശ്രമിക്കുന്ന ഓരോ മക്കളും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സംരക്ഷണ കോട്ടയിൽ, സക്രിയ 9:8, വെളിപാട് 3:10 സംരക്ഷണം ഈ വചനം ശ്രമിക്കുന്ന ഓരോ മക്കൾക്ക് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ആ മഹത്വവും സ്നേഹവും സംരക്ഷണവും നിങ്ങൾ നിറയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആമേൻ.